ഹലോ ഗായ്സ്, വെൽക്കം ടു ആർ കെ ടോക്സ്. ഇന്ന് ഐശ്വര്യമായിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മുതൽ നമ്മൾ ഇത്ര നാൾ സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മിക്കവരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ടോപ്പിക്സ് കാണും. ആ ടോപ്പിക്സിൽ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്താണോ ആ തീംസ് എടുത്താണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് നോളജ് സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പൊളിറ്റിയാണ്. പൊളിറ്റിയിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊളിറ്റിയിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പൊളിറ്റിയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളത് പറയാനുള്ളത് കൃത്യമായിട്ട് ക്ലാസ് കേട്ടിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ സ്ലൈഡ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, വായിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും കാലം ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് മുമ്പോട്ട് പോകും. അപ്പം അതിന്റെ പുറകെ തന്നെ ഓരോരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 ആണ് ഞാൻ ഇതിൽ നിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 14ന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടും. നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞ് വേറൊരു പുസ്തകം വായിക്കേണ്ടി വരില്ല. ആ രീതിയിൽ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും ഞാൻ കംപ്ലീറ്റ്ലി പറഞ്ഞു തരും. നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻറ്റീവ് ആയിട്ട് ക്ലാസ് കേൾക്കുക, അതോടൊപ്പം തന്നെ നോട്ട് എഴുതുക. ഇതിൽ കൊടുത്ത സ്ലൈഡ്സ് ചെയ്ത നോട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർലി നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക, അതേപോലെ തന്നെ നോട്ടും കൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ ഷാൾ വി സ്റ്റാർട്ട്? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് കുറച്ച് പോയിന്റ്സ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചതും അല്ലാത്തതായിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അനാവശ്യമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. കൃത്യമായിട്ട് ചോദിച്ചത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നോക്കിയാൽ പാർട്ട് 4, 3, ദാറ്റ് ഇസ് 1, 2, 3, 4A. നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് 1 എന്താണ്, 2 എന്താണ്, 3 എന്താണ്, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി ആയിരിക്കും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പിന്നെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പാർട്ട് 4ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സെപ്പറേറ്റ് യൂണിറ്റ്സ് ഓഫ് കോൺകർട്ടൈസ് സെപ്പറേറ്റ് ഗോൾസ് ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി. അതായത് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ടും ഇപ്പം യൂണിയൻ ആൻഡ് ടെറിട്ടറി പറയുന്നത് പോലെ സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ഇത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ പ്രിയാമ്പിൾ എടുക്കുമ്പോൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് കണ്ടിട്ടില്ലേ? ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, ഈ പറഞ്ഞ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, നമ്മൾ പ്രിയാമ്പിൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതിനെയൊക്കെ കൃത്യമായിട്ട് കോൺക്രറ്റൈസ് ചെയ്യാൻ മീൻസ് അതിനെ കൃത്യമായിട്ട് ഊട്ടി ഉറപ്പിക്കുക. നമ്മൾ ഫൗണ്ടേഷൻ എടുക്കൂലേ, അങ്ങനെ ഫൗണ്ടേഷൻ ചെയ്യാനുള്ള ഒന്നാണ് പ്രധാനമായിട്ട് നമ്മളൊരു കംപ്ലീറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു പാർട്ടാണ് ഇതെന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് ഒബ്ലിഗേഷൻസ്, നെഗറ്റീവ് ഒബ്ലിഗേഷൻസും ഉണ്ട്. ദിസ് പോസിറ്റീവ് ഒബ്ലിഗേഷൻസ് ആൻഡ് നെഗറ്റീവ് ഒബ്ലിഗേഷൻ. ഇത് ബേസിക്കലി പോസിറ്റീവ് ഒബ്ലിഗേഷൻ ഏതാണ് പറയുന്നത് വെച്ചോളൂ. നിങ്ങളിപ്പം DPSP എടുക്കാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തു നോക്ക്. ഈ DPSPയിൽ പോസിറ്റീവ് ഒബ്ലിഗേഷനെ പറ്റി പറയുന്നുണ്ട്. അതെന്താണ്? സ്റ്റേറ്റ് ഇത് ചെയ്യണം, ഇത് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നാളെ ഒരു ഫോർ എക്സാമ്പിൾ ഏത് രീതിയിലായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീപ്പിളിന്റെ ഇടയിൽ വെൽഫെയറും കാര്യങ്ങളും നിങ്ങൾ എത്തിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗാന്ധിയൻ പ്രിൻസിപ്പൾസ് പോലെ പ്രിൻസിപ്പൾസ് നമ്മൾ പഠിക്കണില്ലേ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ DPSPയിൽ പഠിക്കും. ഈ DPSPയിൽ പറഞ്ഞിരിക്കുന്ന ബേസിക്കലി പോസിറ്റീവ് ഒബ്ലിഗേഷൻസ് ആണ്. സ്റ്റേറ്റ് ഇത് ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു അനോട്ടേഷൻ ആണ് ഇതിൽ കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചിന്തിച്ചിട്ടുണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെ? നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ്. എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡു ദിസ്, സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡു ദാറ്റ്. അപ്പൊ എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത് നെഗറ്റീവ് ഒബ്ലിഗേഷൻസിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നോട്ടൊന്നും ഉണ്ടാക്കണ്ട, ക്ലിയർലി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത്. ദെൻ ഫണ്ടമെന്റൽ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏത് പാർട്ടിലാണ്? പാർട്ട് 3. പാർട്ട് 3ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. എവിടെ മുതലാണ്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ നമുക്ക് എന്തുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 to 35 വി ഹാവ് ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 12 വരുന്നുണ്ട്, ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആർട്ടിക്കിൾ 13 പിന്നെ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ക്ലിയർലി അങ്ങനെ ആർട്ടിക്കിൾ 35 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് പോകുന്നുണ്ട്. പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റൈറ്റ്ലി ഡിസ്ക്രൈബ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. അങ്ങനെ പറയാനുള്ള കാരണം ഈ മാഗ്ന കാർട്ട എന്നാണ് ഒപ്പിടുന്നതെന്ന് അറിയാമോ? മാഗ്ന കാർട്ട ഒപ്പിടുന്ന 1215 ജോൺ സെക്കൻഡ് ആണ്. ജോൺ സെക്കൻഡ് 1215 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആയിട്ട് ഈ മാഗ്ന കാർട്ട എന്ന് ഒപ്പിടുന്നുണ്ട്. അപ്പം അതിനെ ബന്ധപ്പെട്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാഗ്ന കാർട്ടയെ ബന്ധപ്പെടുത്തി അതുകൊണ്ട് പറയുന്ന ക്ലിയർലി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഭാഗം ഈ പാർട്ട് 3 ഡിസ്ക്രൈബ് ചെയ്യുന്ന ഭാഗം കൂടിയാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസബിൾ ആണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റിസബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എനി വൺ, നമ്മൾ ഏതൊരു സിറ്റിസൺ ആയാലും നമ്മൾ ഇഫ് യു ആർ
ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കൽ 32 or you can go to the high court under article 226. So under 32 and 226 you can directly approach the supreme court or high court under this ഈ ഫണ്ടമെന്റൽ റൈറ്റ് പറഞ്ഞ പാർട്ട് 3 ഉപയോഗിച്ച് അല്ലെങ്കിൽ പാർട്ട് 3 ൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി കോർട്ടിൽ പോവാം. അതാണ് ഡിഫറൻസ്. ഇറ്റ് ഇസ് എ ജസ്റ്റിസയബിൾ. പക്ഷേ DPSP എടുത്ത് നോക്കുക അത് നോൺ ജസ്റ്റിസയബിൾ ആണ്. ഇവിടെ പറയുമ്പോൾ ജസ്റ്റിസയബിൾ ആണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ദെൻ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ലീഗൽ റൈറ്റ്സ്. നിയമപരമായിട്ടുള്ള നിങ്ങൾ അവകാശങ്ങളാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് മനസ്സിലാക്കുക. ആർക്ക് വേണേൽ എന്ത് ചെയ്യാം, ഏതൊരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തെങ്കിൽ ഡയറക്ട്ലി ഗോ ടു കോർട്ട്. കാരണം കുറെ റിറ്റുകളെ തപ്പത് പഠിക്കും. പല റിറ്റുകളെ പറ്റി നമ്മൾ ഇനി അപ്കമിങ് സ്ലൈഡ്സിൽ പഠിക്കും. അപ്പോൾ റിറ്റുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ദെൻ റൈറ്റ്സ് ആർ വയലേറ്റഡ് വൺ ക്യാൻ അപ്രോച്ച് സുപ്രീം കോർട്ട്, നോട്ട് സാക്രോസാക്ട്, പെർമനന്റ് ഓർ അബ്സല്യൂട്ട്. ഈ റൈറ്റ്സ് ഒന്നും അബ്സല്യൂട്ട് അല്ല എന്ന് പറയാനുള്ള കാരണം ഇതൊന്നും ആലോചിച്ചിട്ട് കൂട്ടോ. ഈ അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തും പറയാനുള്ള ഒരു അധികാരമല്ല അത്. പക്ഷേ വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ റൈറ്റ് ഒന്ന് അബ്സല്യൂട്ട് ആണ്. അങ്ങനെ അബ്സല്യൂട്ട് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തും പറയാനുള്ള അധികാരം വന്ന് ഞാൻ എന്തും പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വായി തോന്നിയെങ്കിൽ വിളിച്ച് പറയും. അപ്പോൾ അതെന്താണ്, ഒരിക്കലും ഒരു സിറ്റിസന്റെ റൈറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പകരം നമുക്ക് റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ ഡിസൻസി, മൊറാലിറ്റി, സെക്യൂരിറ്റി, അങ്ങനെ കുറച്ച് റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അതിലൊന്നും ഉൾപ്പെടാതെ അതിന് ഭാഗപ്പെടാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഈ പറഞ്ഞ അബ്സല്യൂട്ട്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒന്നും അബ്സല്യൂട്ട് അല്ല എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്കുണ്ട്. ഓക്കെ, വി ഹാവ് ദാറ്റ് റൈറ്റ്. വി ക്യാൻ ഗോ ഡയറക്ട് ടു സുപ്രീം കോർട്ട് ഇഫ് ദേ ആർ ഗെറ്റിംഗ് വയലേറ്റഡ്. ബട്ട് ഈവൻ ഇഫ് യു ഹാവ് എ അബ്സല്യൂട്ട്നെസ് ഇല്ല അതിനകത്ത്, എന്ത് ചെയ്യുന്നുണ്ട്, അത് അബ്സല്യൂട്ട് അല്ല എന്ന് ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ their application to the members of armed forces under article 333. ഈ അണ്ടർ ആർട്ടിക്കിൾ 33 ഉണ്ട്. ഈ ആർട്ടിക്കിൾ 33 ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആംഡ് ഫോഴ്സിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ പോകാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 33 പറയുന്നത്. ആംഡ് ഫോഴ്സ് നിങ്ങൾ തിരിച്ചു നോക്ക്, പാരാമിലിറ്ററി ഫോഴ്സസ്, ആംഡ് ഫോഴ്സസ്, പോലീസ്, അവർക്കൊക്കെ ഡിസിപ്ലിനും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇത് വയലേറ്റ് ചെയ്യപ്പെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ പോവാം. പക്ഷേ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി സുപ്രീം അങ്ങനെ ഒന്നും പോകാനില്ല. അതെന്താണ്, അതിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലോ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ആർട്ടിക്കിൾ 33 നമ്മൾ അപ്കമിങ് സ്ലൈഡ്സിൽ പഠിക്കും. അപ്പൊ ഇത്രയും പോയിന്റ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്, പാർട്ട് 3 വരുന്നു. 12 to 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. ഈ ഫണ്ടമെന്റൽ റൈറ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് എന്താണ്, അത് ലീഗൽ റൈറ്റ് ആണ്, അതൊരു അബ്സല്യൂട്ട് റൈറ്റ് ആണ്, അബ്സല്യൂട്ട് റൈറ്റ് അല്ല. ദെൻ എന്താണ്, ആർട്ടിക്കിൾ 33 പാരാമിലിറ്ററി ഫോഴ്സസ് മറ്റൊന്നൊക്കെ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരിക്കും. ഈ 3 പോയിന്റ് നിങ്ങൾ ഇതിന് കൃത്യമായി ഈ സ്ലൈഡിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഈ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് വരുന്ന സമയത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ് നമുക്കുണ്ടായിരുന്നു. അതിൽ എന്ത് ചെയ്തു, ഫണ്ടമെന്റൽ റൈറ്റ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ റൈറ്റ് എന്ത് എടുത്തു കളഞ്ഞു. ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ്, ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി, ആർട്ടിക്കിൾ 31 വാസ് ഡിലീറ്റഡ് rather from the fundamental right by the 44th Amendment Act. 44th Amendment Act of 1970. ഇത് പലവട്ടം ഈ പരീക്ഷയിൽ നിന്നില്ല, UPSC എക്സാമിൽ നിന്നില്ല, പല PSC ലെവലും സ്റ്റേറ്റിൽ ഏത് പരീക്ഷ നിങ്ങൾ പോയാലും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞ അമെൻമെന്റ് ചെയ്ത് UPSC ചോദിക്കാം. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കണം 44th Amendment Act ആണ് എന്ത് ചെയ്യുന്ന, റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞ 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 31C ആണ്. എന്ത് ചെയ്യുന്നു, അതിനെ 44 Amendment Act ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യപ്പെടുവാണ്. ദെൻ പകരം എന്ത് ചെയ്യുന്നത്, ലീഗൽ റൈറ്റ് ആയിട്ട് മാറി. അപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, അല്ല. കാരണം നിങ്ങൾക്ക് ആർട്ടിക്കിൾ 19 ഉണ്ട്. ആർട്ടിക്കിൾ 19 വി ഹാവ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് എനി ആംസ്, റൈറ്റ് ടു മൂവ് സെറ്റിൽ എനി പാർട്ട് ഓഫ് ഇന്ത്യ, റൈറ്റ് ടു പ്രൊഫസ് പ്രാക്ടീസ്, അത് നമുക്ക് പ്രൊഫഷൻ കാര്യങ്ങളോ പഠിച്ച് അതിൽ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് മുമ്പായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, പകരം എന്താണ്, അതൊരു ലീഗൽ റൈറ്റ് ആണ്. അത് 300A വെച്ചിരിക്കുന്നു. And also it is been deleted by 44th Amendment Act of 1978. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ്, ഇത് ഇപ്പോൾ ലീഗൽ റൈറ്റ് അല്ല, അത് ലീഗൽ റൈറ്റ് മാത്രമാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ദെൻ ആർട്ടിക്കിൾ 30 നമ്മൾ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ പഠിക്കും. എന്താണ് സ്റ്റേറ്റ് എന്ന്. അത് ആർട്ടിക്കിൾ 13 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് that all the laws that are inconsistent എന്ന് വെച്ചാൽ എന്താണ്, ഇൻകൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ അതോട് ചേർന്ന് പോവാത്തത്, or in derogation with any of fundamental rights shall be void. അതായത് ഏതെങ്കിലും രീതിയിൽ പാർലമെന്റ് ഒരു ലോ ഉണ്ടാക്കുന്നെങ്കിൽ ആ ലോ ഏതൊക്കെ രീതിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഡിറോഗേറ്റ് ചെയ്യുകയോ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ചേർന്ന് പോകുകയോ ചെയ്യാതിരുന്ന എന്ത് ചെയ്യാം, സുപ്രീം കോർട്ടിനോ എന്ത് ചെയ്യാൻ പറ്റും, they can able to declare that law to be a void.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ ബേസിക്കലി പറഞ്ഞു അവർക്ക് റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്യുന്ന ലോസ് ഇറക്കി കഴിഞ്ഞാൽ ദേ ക്യാൻ ഏബിൾ ടു റിമൂവ് ദ ലോ അത്രേ ഉള്ളൂ ആ ഒരു ബേസിക് ഉദ്ദേശം ആർട്ടിക്കൽ 13 ദിസ് പവർ ഹാസ് ബീൻ കൺഫേർഡ് ഓൺ സുപ്രീം കോർട്ട് 32 ആൻഡ് 226 ഇതാണ് ക്ലിയർലി പറഞ്ഞത് സുപ്രീം കോർട്ട് ആർട്ടിക്കൽ 32 ഹൈക്കോർട്ട് ആർട്ടിക്കൽ 226 ഈ രണ്ടിലും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട യു ക്യാൻ ഗോ ഡയറക്ട്ലി നിങ്ങൾക്ക് ഡയറക്ട്ലി പോവാം അതിൽ പ്രശ്നമൊന്നുമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നെ നാളെ ഒരു ദിവസം കാണാതായി അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം എന്റെ ഫ്രണ്ട്സും കാര്യം അവർക്ക് എന്ത് ചെയ്യാം എന്നെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം ടു ബ്രിങ് ദ ബോഡി എന്ന് പറയും അത് ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അത് റിറ്റ് ആണ് ആ റിറ്റ് എന്ത് ചെയ്യാം ഫയൽ ചെയ്ത് കോർട്ട് ഡയറക്ട്ലി സുപ്രീം കോർട്ടിലേക്ക് പോകാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്ക് പോകാനുള്ള അധികാരമുണ്ട് അപ്പൊ അതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സുകളാണ് അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റും കാര്യങ്ങളും പഠിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം ഏതൊരു ഇന്ത്യൻ സിറ്റിസണും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ നിയമവും കാര്യങ്ങളും ക്ലിയർലി മനസ്സിലാക്കണം കാരണം നിങ്ങൾക്ക് നിയമം അറിയാമെങ്കിൽ ലൈഫിൽ കുറച്ചും കോൺഫിഡന്റ് ആവും ലോസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഏതൊരു റെസ്പോൺസിബിൾ സിറ്റിസണും എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നത് റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിരുന്നു നിങ്ങൾക്ക് ലോസ് ഈ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ സറൗണ്ടിങ്സ് ഈ കാര്യങ്ങൾ ക്ലിയർലി പഠിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കുക ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവശ്യമുള്ള കാര്യമാണ് ദെൻ further the article declares that constitutional amendment cannot be challenged as it's not a law പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ് വരുത്തും കാരണം അണ്ടർ ആർട്ടിക്കിൾ വി നോ ദാറ്റ് അണ്ടർ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും പാർലമെന്റിന് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം പക്ഷെ അമെൻഡ് ചെയ്യപ്പെടുന്നത് എന്തില്ല അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത് ബേസ് സ്ട്രക്ചർ അത് വേറെ രീതിയിൽ പക്ഷെ ഇവിടെ പറഞ്ഞിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് കെൻ നോട്ട് ബി ചാലഞ്ചഡ് ആസ് ഇറ്റ്സ് നോട്ട് എ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് എന്താണ് ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം അത് നിയമമല്ല എന്ന രീതിയിൽ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാം However, Supreme Court in Keshavananda Bharati 1973 case held that the constitutional amendment can be challenged if violates. അപ്പം ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നിയമം നിങ്ങൾ പാസ്സാക്കി അത് എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുക അല്ലെങ്കിൽ എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുക ആ നിയമം എന്ത് വോയിഡ് ആണ് പക്ഷേ അത് ആ നിയമം വോയിഡ് ആണ് പക്ഷെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് പാർലമെന്റ് ചെയ്യുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ് എൻ്റെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കപ്പെടുന്നതെങ്കിൽ എന്തില്ല അത് ഒരിക്കലും ഒരു വോയിഡ് ആയിട്ട് നിർബന്ധിക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഡിക്ലെയർ ചെയ്യാൻ പറ്റൂല എന്ന് കോർട്ട് പറഞ്ഞു പക്ഷേ ഇൻ കേശവാനന്ദി ഭാരതി കേസ് 1973 നമുക്ക് എല്ലാവർക്കും അറിയാം കേശവാനന്ദ ഭാരതി കേസിൽ 1973 എന്ത് ചെയ്യുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ വരുന്നത് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ വന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ഓക്കെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ബേസിക് സ്ട്രക്ചറിനെ ഒരു രീതിയിലും ഹനിക്കാൻ പാടില്ല ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേണം യു ഹാവ് ടു ജസ്റ്റ് ഫ്രെയിം ദാറ്റ് ലോ അപ്പൊ പാർലമെന്റ് ഓക്കെ കാരണം ബേസ് സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ പല ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ് വഴി വെളി വന്നതാണ് അതായത് ഇപ്പം സൂപ്പർമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവാം പ്രിയാമ്പിൾ ആവാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയാണ് ബേസ് സ്ട്രക്ചർ ഫോം ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് അപ്പൊ അങ്ങനെ ബേസ് സ്ട്രക്ചറിനെ ഹനിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാവും എന്നാണ് ക്ലിയർലി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ നമുക്ക് എല്ലാവർക്കും ലീഗൽ ഓർഡർ ഗിവൺ ബൈ ദ കോർട്ട് ഓഫ് ദ ലോ റിറ്റ് ജൂറിസ്ഡിക്ഷൻ രണ്ട് രീതിയിൽ പോവാം ഫോർ എക്സാമ്പിൾ ആർട്ടിക്കൽ 32 ഉപയോഗിച്ചും ആർട്ടിക്കൽ 226 ഉപയോഗിച്ച് റിറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് എടുക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ എത്ര മനസ്സിലാക്കുക റിറ്റ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കൽ 32 ഉപയോഗിച്ച് സുപ്രീം കോർട്ടും 226 ഉപയോഗിച്ച് ഹൈക്കോർട്ടും വി ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദോസ് കോർട്ട്സ് ദെൻ പ്ലസ് ഇപ്പൊ റിറ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ഉണ്ട് പിന്നെ കോവാറന്റോ മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷോറൈ എന്നുള്ള കർഷകൻ ഹാബിയസ് കോർപ്പസ് ടു ഹാവ് ടു ബ്രിങ് ദ ബോഡി എന്നാണ് അതായത് നമ്മളിപ്പോൾ ഒരാളെ കാണാനില്ല അങ്ങനെയുള്ള കാര്യം ഹേബിയസ് കോർപ്പസ് നമ്മൾ ഫയൽ ചെയ്യാം റിറ്റ് ഫയൽ ചെയ്യാം ദെൻ മാൻഡമസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് അതോറിറ്റി ഒരു ജോലി ചെയ്തില്ല എങ്കിൽ വി ക്യാൻ ഡിമാൻഡ് ദാറ്റ് കോർട്ട് വഴി എന്ത് ചെയ്യാം നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ കൊടുക്കാം കോവാറന്റോ എന്ന് വെച്ചാൽ ഓൺ വാട്ട് മൈ കമാൻഡ് വി കമാൻഡ് ആണ് കമാൻഡ് ചെയ്ത ഒരു പബ്ലിക് ബോഡി കാര്യങ്ങൾ ഓൺ വാട്ട് അതോറിറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള എന്താ പറയാ കോവാറന്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അയാൾ കഥ എഴുതുകയാണ് അതിൽ മോഹൻലാലും ശ്രീനിവാസനാണെങ്കിൽ അവിടെ തഹസിൽദാരായിട്ട് പോകുമ്പോഴത്തേക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കില്ല ആ ഒരു കേസ് അതായത് എന്ത് അതോറിറ്റിയിലാണ് പിന്നെയും നമ്മളവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ജസ്റ്റ് സിനിമ ആലോചിച്ചത് അതാണ് ഈ പറഞ്ഞ കോവാറന്റോ പ്രൊഹിബിഷൻ സെർഷോറി പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോവർ കോർട്ടിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെർഷോറി എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലിയർലി ജൂറിസ്ഡിക്ഷൻ ആണ് അത് എന്ത് ജൂറിസ്ഡിക്ഷനിൽ എന്ത് ചെയ്യുന്നു കോർട്ട് ആ ഒരു കേസ് എടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്ട്ലി റിട്സ് എന്ന് പറയുന്ന ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക ഈ 226-32 ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് 226-32 ബേസ് നിങ്ങൾ കോർട്ടിൽ അപ്രോച്ച് ചെയ്യാം നിങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റ് ഏതെങ്കിലും രീതിയിൽ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ആർട്ടിക്കൽ 44th അമെൻഡ്മെന്റ് ആക്ട് 2000 44th അമെൻഡ്മെന്റ് ആക്ട് 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഫണ്ടമെന്റൽ റൈറ്റ് എടുത്ത് മാറ്റി ലീഗൽ റൈറ്റ് ആയിട്ട് വെച്ചു 300A അത് വെച്ചിരിക്കുന്നത് ഇത്രയും മനസ്സിലായല്ലോ ഓക്കെ ദെൻ പ്രധാനമായിട്ട് കുറച്ച് ഫീച്ചേഴ്സിന് മുമ്പ് മനസ്സിലാക്കുന്നത് ഇംഗ്ലണ്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നുമില്ല
ഇന്ത്യയെ പോലെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു സീ ഇൻ ഇംഗ്ലണ്ട് ദർ ഇസ് നോ ഗോഡ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന രീതിയിലൊരു കോഡും അവിടെ ഇല്ല. The foundation of the individual rights in England may be said to be negative in the sense that individual has the right and freedom to whatever action he likes so long as he does not violate. ഇംഗ്ലണ്ട് എങ്ങനെയാണ്? ഞാൻ ഇംഗ്ലണ്ടിലാണെങ്കിൽ എനിക്ക് എന്തും പറയാം, പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിയമപരമായിട്ട് ഒരിക്കൽ നിയമത്തെ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ അഫക്ട് ചെയ്യാൻ പാടില്ല. എനിക്ക് എന്തും പറയാം. അതാണ് ഇംഗ്ലണ്ടിന്റെ അവസ്ഥ. England, the courts have the fullest power to protect the individual against the executive tyranny. Courts also powerless against the executive aggression. അതായത് കോർട്ട് അവിടെ പവർ ഉണ്ടോ എന്ന് വെച്ചാൽ പവർ ഉണ്ട്, പക്ഷെ പവർലെസ്സും ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ അല്ലെ ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം, അവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ നിയമപരമായിട്ട് ഇടപെടാം, അങ്ങനെ കുറെ കാര്യം ഇംഗ്ലണ്ടിൽ ഇല്ല. അപ്പൊ അങ്ങനെ സമയത്ത് ആർബിട്രറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് രീതിയിൽ ആർബിട്രറിനെസ്? ഫോർ എക്സാമ്പിൾ ആർബിട്രറി ആക്ഷൻ എന്താണെന്ന് ഡൗട്ട് ഉള്ളവർക്ക്, ആർബിട്രറി ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കണം, അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുവാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ മാത്രമേ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാവൂ, അല്ലെങ്കിൽ ഇപ്പം എഞ്ചിനീയറിംഗ് ജസ്റ്റ് ഗ്രാജുവേറ്റ്സ് മാത്രം എൻ്റെ ചോദ്യം ചോദിക്കുക, ബാക്കിയുള്ളവരും ചോദ്യം ചോദിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് 10 മുതൽ 20 വരെ വന്ന കുട്ടികൾ മാത്രം ചോദ്യം ചോദിക്കുക, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതൊരു ആർബിട്രറി ആക്ഷനാണ്. അതായത് ഞാൻ ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ആർബിട്രറി ആക്ഷൻ കാണുക, അതാണ് ആർബിട്രറി ആക്ഷൻ. അപ്പൊ കോർട്സ് കം ഇൻ ദ പിക്ചർ ഓൺലി ഓൺ ദ ആർബിട്രറി ആക്ഷൻ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേച്ചർ. അതായത് ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുന്നു, എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ courts can able to interfere in England. But in case of India, it's not like that. Even if the parliament has made a law and this law is violating any of the fundamental rights or violates any of citizens' rights, നമ്മുടെ സിറ്റിസൺ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ആ ടൈമിൽ പോലും we can able directly go to the court and file a case against them. ഇവിടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചർ ആയിരുന്നാലും we can able to directly go to the court and just fight for them. But ഇംഗ്ലണ്ടിൽ അങ്ങനെയല്ല, അതാണ് ഇതിൽ പറയുന്നത്. That is, the parliament cannot change. So ആ ഡി ലോയൽമേ പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രിട്ടീഷ് ക്യാൻ ഡു എനിത്തിങ് മേക്ക് എ വുമൺ എ മാൻ. പക്ഷെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്തും ചെയ്യാമെന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, അവർക്ക് എന്ത് വേണോ ചെയ്യാം, പക്ഷെ ഒരിക്കലും ഒരു മാനിനെ വുമൺ ആക്കാനോ വുമണിനെ മാൻ ആക്കാനോ കഴിയില്ല, ബാക്കി എന്തും ചെയ്യാം എന്നൊരു ഐഡിയ ആണ് ഡി ലോയൽമേ പറഞ്ഞൊരു വാക്കാണ് അത്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കാനുള്ള കാര്യം വെച്ചാൽ മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു, പല രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് കമ്പാരിസൺസ് ചോദിക്കാം, മെയിൻസ് എക്സാമിനൊക്കെ എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ US കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, US കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ അവർക്ക് ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ഒരുപോലെ രീതിയിൽ ഫൈറ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബിൽ ഓഫ് റൈറ്റ്സ്, നമുക്കറിയാം ബിൽ ഓഫ് റൈറ്റ്സ് ഹാസ് ബീൻ ഇൻട്രോഡ്യൂസ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമ്മൾ ബോറോ ചെയ്ത US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെ ബിൽ ഓഫ് റൈറ്റ്സ് അവർ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആർട്ടിക്കിൾ 12, ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ 12നെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 എന്ന ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ്, ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനിഷൻ ഓഫ് എ സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ദ ഗവൺമെന്റ് നമ്മുടെ സർക്കാർ, ഗവൺമെന്റ്, പാർലമെന്റ് അവിടെ ഉണ്ട്. പാർലമെന്റ് ഭരിക്കുന്നത് അതായത് ലോ അബൈഡിങ് ആയിട്ടുള്ള സിറ്റിസൺസ് പ്ലസ് നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാരെ ലോ അബൈഡിങ് സിറ്റിസൺസ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗവൺമെന്റ്, പാർലമെന്റ്. ദെൻ ദ ഗവൺമെന്റ് ആൻഡ് ദ ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്. അപ്പൊ പാർലമെന്റ് ഉണ്ട് സെൻട്രൽ ലെവലിൽ, അത് ഫോം ചെയ്ത ഗവൺമെന്റ്. ദെൻ ബിലോ ദാറ്റ് വി ഹാവ് ദ ലെജിസ്ലേച്ചർ ഗവൺമെന്റ്, അതായത് നമ്മുടെ ഓരോ സംസ്ഥാന നിയമസഭകൾ. Then local authorities within the territory of India under the control of government of India കൺട്രോളിലുള്ള സ്ഥാപനങ്ങൾ, ലോക്കൽ അതോറിറ്റീസ് വിത്തിൻ, ഫോർ എക്സാമ്പിൾ പല അതോറിറ്റീസ് ഉണ്ട്, കമ്മീഷൻസ് ഉണ്ട്, ഇതെല്ലാം വരുന്നതാണ് സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ട്? ഗവൺമെന്റ് സെന്ററിലെ ഗവൺമെന്റ് കാണും, ഗവൺമെന്റ് ലെജിസ്ലേച്ചർ ലെവലിൽ ലോക്കൽ അതോറിറ്റീസ്, പിന്നെ ഓൾ ദി അതോറിറ്റീസ് ദാറ്റ് ഈസ് കൺട്രോൾഡ് അറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോൾ വരുന്ന എല്ലാം എന്ത് വരുന്നുണ്ട്? ഈ പറഞ്ഞ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. According to the Supreme Court, even a private body or an agency working under the state falls under the meaning of state, Article 12. അപ്പോൾ ആർട്ടിക്കിൾ 12 ഒരു പ്രൈവറ്റ് ബോഡി ആണെന്ന് വെച്ചോ, സ്റ്റേറ്റിന്റെ ഫണ്ടിങ് ഉപയോഗിച്ചോ, സ്റ്റേറ്റിന്റെ ഏതെങ്കിലും രീതിയിൽ അണ്ടറിൽ വരുന്ന ഏത് പ്രൈവറ്റ് ബോഡി ആയിരുന്നാലും ഇറ്റ്സ് ഓൾസോ കമ്മിങ് അണ്ടർ ദി ഫോർമേഷൻ ഓഫ് ഓർ ഇറ്റ് ഓൾസോ കമ്മിങ് അണ്ടർ ദി ആർട്ടിക്കിൾ 12. ഇപ്പോൾ ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റ് ലെജിസ്ലേച്ചർ ഉണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്, അണ്ടർ ദെൻ എനി പ്രൈവറ്റ് ബോഡി ഓൾസോ ഓർ ഏജൻസി ഓൾസോ ഇറ്റ്സ് കം അണ്ടർ ആർട്ടിക്കിൾ 12. ഏജൻസി ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആർട്ടിക്കിൾ 12 അണ്ടറിൽ വരുന്നുള്ളതെന്ന് മനസ്സിലാക്കുക. ഈ സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റ് കൂടെ വന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇതും കൂടെ ചേർന്നായിരുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാലോ പ്രൈവറ്റ് ഏജൻസിയോ പ്രൈവറ്റ് ബോഡിയോ, പക്ഷേ ഇറ്റ് ഷുഡ് ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റിന് അണ്ടറിൽ വരുമെന്ന് വെച്ചാൽ വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ആർട്ടിക്കിൾ 30 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനി ലോ ദാറ്റ് ഈസ് ക്യാൻ ബി ഡിക്ലെയർ ആസ് വോയിഡ് ഇഫ് ഇറ്റ്സ് ഹാസ് എനി ഇൻകൺസിസ്റ്റന്റ് വിത്തൗട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഏതൊരു റൈറ്റിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഏതൊരു ലോയിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Can be declared as void. But even if that law constitutional amendment ആയിരുന്നാൽ പോലും, നമ്മൾ നേരത്തെ സ്ലൈഡിൽ പഠിച്ച constitutional amendment ആയാൽ പോലും, if it's affect the basic structure of the doctrine, അത് ഏതെങ്കിലും രീതിയിൽ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ
ബേസിസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ void ആയിട്ട് ഡിക്ലെയർ ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. State shall not make any laws, ordinance, order, notification or snatch away or modify fundamental rights. Fundamental rights ന് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാർലമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഇനി പാർലമെന്റിന് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചാൽ പറ്റും. ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അവർക്ക് ചെയ്യാം. പക്ഷേ ക്യാൻ നോട്ട് ഏബിൾ ടു മോഡിഫൈ ഓർ ചേഞ്ച് ദി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ബേസിക് സ്ട്രക്ചർ പറഞ്ഞ കാര്യങ്ങൾ അത് എന്താണെന്നുള്ളത് എനിക്ക് അവർ എന്ത് ചെയ്താലും കോർട്ടിൽ ചെല്ലുമ്പോൾ അവർ ഇത് ബേസിക് സ്ട്രക്ചർ ആണെന്ന് ചിലപ്പോൾ പറയും. അപ്പൊ അതുകൊണ്ട് ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ കുറേ ഉണ്ട്, 10, 20, 30 ബേസിക് സ്ട്രക്ചർ എന്താണുള്ളൂ. അപ്പൊ അത് കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്തെങ്കിലും കാര്യമാണെങ്കിൽ സൂപ്പർമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രിറ്റി, അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഉള്ളൂ. ആ വാക്കുകളൊക്കെ നിങ്ങൾ പോകെ പഠിച്ചോളൂ. Then 24th Amendment Act, nothing in this article shall apply to any amendment of the Constitution made under 360. അതാണ് പറഞ്ഞത് 24th Amendment Actലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് nothing in this article shall apply to any amendment of the Constitution, but it does not affect the basic structure doctrine. affect ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 12ഉം പഠിച്ചു, ആർട്ടിക്കിൾ 13 ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അല്ല ഇത് നാളെ ഇത് കാണാന്നുള്ളതല്ല, കൃത്യമായിട്ട് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു, അതെങ്ങനെയാണെന്നുള്ള കാര്യം പഠിച്ചു. ആർട്ടിക്കിൾ 30 റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്യുന്നു പഠിച്ചു. നമ്മളിപ്പോൾ 12ഉം 13ഉം പഠിച്ചു. ദെൻ അടുത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഇക്വാളിറ്റി, അത് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റൈറ്റ് ടു ഇക്വാളിറ്റി അണ്ടർ ആർട്ടിക്കിൾ 14 to 18. എല്ലാവർക്കും അറിയാം നമുക്ക് എത്ര 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 to 18. ഏതൊക്കെയാണ്? ഇക്വാളിറ്റി ബിഫോർ ദി ലോ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി റേസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഒരു എക്സാമിന് ഏതൊക്കെ അണ്ടറിലാണ്, ഏതൊക്കെ ഗ്രൗണ്ട്സിലാണ് നമുക്ക് പ്രൊഹിബിഷൻ, ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ നടത്തുന്നുണ്ടോ നിങ്ങൾ ക്ലിയർലി മനസ്സിലാക്കുക. എക്സാമിന്റെ രീതി മാറും. ക്ലിയർലി പഠിക്കുമ്പോൾ ക്ലിയർലി പഠിക്കുക, അല്ലെ ചുമ്മാ വായിച്ച ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ഇത് ഇത്രയും 14 to 18 വരും. അപ്പൊ റൈറ്റ് ടു ഇക്വാളിറ്റിക്കകത്ത് ഏതൊക്കെ വരും? 14 to 18. Then right to freedom of speech and expression 19 to 22. ഏതെങ്കിലും right to freedom of expression. Then respecting conviction of offences, right to privacy, personal liberty. Then elementary education under 21A. ഇത് introduce ചെയ്ത article 86th Amendment Act. Then right to arrest and detention 22. ഈ 23, 24 എന്തിൽ വരും? right against exploitation വരും. freedom of religion 25 to 28 freedom of religion ആണ്. Then 29 and 30 we have minority rights and remedial rights ആണ് 32 to 26. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏതൊക്കെയാണ്? ഇപ്പൊ റൈറ്റ് ടു മൂവ് ടു സുപ്രീം കോടതി, എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് റിറ്റ്സ്. എപ്പോഴും വൈഡർ പവർ ഹൈക്കോർട്ടിനാണ്, അത് മനസ്സിലാക്കി ഒരു പോയിന്റ് ആണ്. ആ വൈഡർ പവർ എപ്പോഴും ഹൈക്കോർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടെന്ന് പഠിച്ചു. നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്? 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ദെൻ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഫ്രീഡം ഓഫ് right to practice perfect freedom of religion we have, cultural and minority rights we have, then we have the constitutional remedies, that is right to constitutional remedies. അങ്ങനെ 1 2 3 4 5 6 we have 6 fundamental. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷകളിലും പല രീതിയിൽ ചോദിക്കാം. റൈറ്റ് ടു ഇക്വാളിറ്റി ഏത് അണ്ടറിൽ വരുന്നു? നമ്മൾ പറഞ്ഞ റൈറ്റ് ടു ഇക്വാളിറ്റി. അല്ലെ ഫോർ എക്സാമ്പിൾ ഇക്വാളിറ്റി ബിഫോർ ഏത് അണ്ടറിൽ വരുന്നു? റൈറ്റ് ടു ഇക്വാളിറ്റി. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഏതിന്റെ അണ്ടറിൽ വരുന്നു? റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 22 ഏതിന്റെ അണ്ടറിൽ വരുന്നു? റൈറ്റ് ടു ഫ്രീഡം ഓഫ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പറഞ്ഞ മൈനോറിറ്റി റൈറ്റ്സ് ഏതിൽ വരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്. നിങ്ങൾ പഠിക്കണം. 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടെന്നും റൈറ്റ് ഇക്വാളിറ്റി ആണെന്നും റൈറ്റ് ടു ഫ്രീഡം ആണെന്നും ഏത് 14 മുതൽ 18 ആണെന്നും പിന്നെ 19 to 22 ആണെന്നും ക്ലിയർലി പഠിച്ചിരിക്കണം. ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ചുമ്മാ പറയുന്നതൊന്നുമല്ല. അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാന സ്ലൈഡിൽ കാണിച്ചു, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം നിങ്ങളും പ്രീവിയസ് ഇയർ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദെൻ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോർ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ദം ആർ അവൈലബിൾ ഓൺലി സിറ്റിസൺ, ഇതും ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ UPSC തന്നെ ചോദിക്കാൻ നിർബന്ധമില്ല, നിങ്ങൾ ഏത് പരീക്ഷ പോയാലും ഈ സാധനങ്ങൾ ചോദിക്കും. സം ഓഫ് ദം ആർ അവൈലബിൾ ഓൺലി സിറ്റിസൺസ്. ചില റൈറ്റ്സ് സിറ്റിസണിന് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ സിറ്റിസണിന് മാത്രം. ചില റൈറ്റ്സ് ഫോറിനേഴ്സിനും കിട്ടും, വെളിയിൽ നിന്ന് ആര് വന്നാലും അവനും കിട്ടും. സിറ്റിസണിന് മാത്രമുള്ള റൈറ്റ്സും ഉണ്ട്. സം ഓഫ് ദ റൈറ്റ്സ് അവൈലബിൾ ഓൺലി ടു ദ സിറ്റിസൺസ്, സം ഓഫ് ദ റൈറ്റ്സ് അവൈലബിൾ ഓൺലി ടു ദ ഫോറിനേഴ്സ്. സിറ്റിസൺ ഫോറിനേഴ്സ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15 ഏതാണ്? നേരത്തെ പഠിച്ചു. ആർട്ടിക്കിൾ 15 ഏതാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി കഴിഞ്ഞ് റൈറ്റ് ടു prohibition of discrimination on the basis of caste, sex, religion, place of birth. 15 in case of employment, freedom of speech and expression, അതിന് അണ്ടറിൽ വരുന്ന റൈറ്റ്സ്. then article cultural minority rights, പിന്നെ 13 ഉം 29 സെയിം ആണ്.
29, 30 we have cultural minority rights. But 29, 30, 15, 16, 19 ഇത് ഇത്ര എന്താണ് സിറ്റിസണിന് മാത്രമുള്ള റൈറ്റ് ആണ്. വേറെ ആർക്കും ഇല്ല, സിറ്റിസൺസ് മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞ 14, 20, 21, 22, 23, 24, 25, 26 ഇത് എത്ര ആർക്കാവാം? ഇത് ഫോറിനേഴ്സിനും ഒരുപോലെ ഉള്ള റൈറ്റ് ആണ് ഇത്രയും. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സിറ്റിസൺ റൈറ്റ് ഏതൊക്കെയാണ്? 15, 16, 19, 29 and 30. We have these rights only available citizens. Absolute ആണോ? നമുക്ക് നേരത്തെ അറിയാം ഇതൊന്നും അബ്സല്യൂട്ട് അല്ല. They are not absolutely qualified ആണ്. Private individuals and arbitrary action of the state. ഏതൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ നിങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റ് സ്നാച്ച് ചെയ്യാൻ നോക്കിയാൽ you can go to Supreme Court and file a case against them. Arbitrary action against both state and the private individuals. Parliament can curtail a constitutional amendment without affecting base structure. അതാ പറഞ്ഞത്. Parliament can curtail by constitutional amendment. ഏത് രീതിയിൽ എന്ത് ചെയ്യാം? പാർലമെന്റിന് നാളെ വേണേൽ പാർലമെന്റ് വിചാരിക്കണോ ഞാൻ നാളെ മുതൽ ഒരു ലോ ഉണ്ടാക്കാൻ പോകണം, അപ്പോൾ ഉണ്ടായിക്കോ. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? സുപ്രീം കോടതി പറയും ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ബേസ് സ്ട്രക്ചർ. ബേസ് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിയമം ഉണ്ടാക്കാം. ഇറ്റ്സ് അപ് ടു യു. ദേ ക്യാൻ ബി സസ്പെൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ എമർജൻസി സമയത്ത് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും സസ്പെൻഡ് ചെയ്യാലും 2021 ഒന്നും പറ്റൂല, അങ്ങനെ തന്നെ ഇരിക്കും. ആർട്ടിക്കിൾ 20, 21 cannot be suspended during national emergency. നാഷണൽ എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പെടാനേ പറ്റൂല ഈ ആർട്ടിക്കിൾ 20, 21. നമ്മൾ പഠിച്ച എന്താണ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസും പഠിച്ചു. പിന്നെ 21 എന്ന് പറഞ്ഞ പേഴ്സണൽ ലൈഫ് ആൻഡ് ലിബർട്ടി. ആ രണ്ട് ആർട്ടിക്കിൾ ഉപയോഗിച്ച് വേറെ ആർട്ടിക്കിളൊക്കെ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂല. പറ്റുമായിരിക്കും, പക്ഷേ എന്ത് ചെയ്യാം? ഈ രണ്ട് ആർട്ടിക്കിൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ മനസ്സിലാക്കണം. 20, 21 ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നാഷണൽ എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റൂല. ഫർദർ 6 റൈറ്റ്സ് ഗാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 19 6 റൈറ്റ്സ് ഉണ്ട്. ഫ്രീഡം അസംബ്ലി വിത്തൗട്ട് എനി ആംസ്, അങ്ങനെ പ്രാക്ടീസ് എനി ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് യു ക്യാൻ പ്രാക്ടീസ് യുവർ അപ്പോൺ യുവർ എംപ്ലോയ്മെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിൽ Article 19 can be automatically suspended only when the emergency declared on the ground of war or external aggression. External emergency, not on the grounds of armed rebellion, internal emergency. അതായത് ഏതെങ്കിലും ഇന്റേണൽ എമർജൻസി സമയത്ത് ആംഡ് റബലിന്, അതായത് സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് പറ്റുന്നില്ല? ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ എക്സ്റ്റേണൽ അഗ്രഷൻ, വെളിയിൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള, ഇപ്പോൾ ചൈന പാകിസ്ഥാൻ അങ്ങനെയുള്ള അറ്റാക്ക് ചെയ്യാൻ വന്നു, ആ രീതിയിലൊക്കെ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് ഈ പറഞ്ഞ രീതിയിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കണം, ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ഗെറ്റിംഗ് സസ്പെൻഡഡ് only on the basis of war or external aggression. War or external aggression, അതായത് എക്സ്റ്റേണൽ എമർജൻസി സമയത്ത് മാത്രം, നോട്ട് ഓൺ ദ ആംസ് ഓഫ് ഇന്റേണൽ എമർജൻസി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. 2021 എന്ന് പറയുന്നത് ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ക്ലിയർലി പഠിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ റൈറ്റ് ടു ഇക്വാളിറ്റി, നമ്മൾ പഠിക്കാൻ പോകുന്ന റൈറ്റ് ടു ഇക്വാളിറ്റിയെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ ഇതാണ് നമ്മൾ ഈ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആർട്ടിക്കിൾ 14 എന്താണെന്ന് പഠിക്കാം. ഇത്രയും പഠിച്ചത് കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആർട്ടിക്കിൾ 14? റൈറ്റ് ടു ഇക്വാളിറ്റി. ഈ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ്. എന്താണ് ഇക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഇക്വാളിറ്റി ഈക്വൽ പ്രൊട്ടക്ഷൻ ഒരുപോലെ തോന്നുമല്ലേ? സൗണ്ട് സിമിലർ ബട്ട് ബോത്ത് ആർ ഡിഫറെന്റ്. അത് വായിക്കുമ്പോഴേക്കും ഒരുപോലെ തോന്നും, പക്ഷെ രണ്ടും രണ്ടാണ്. അതായത് ഒരു പടം കണ്ടില്ലേ? ഈ പടം നോക്കുമ്പം ഇവിടെ ഒരു 3 പേര് ഒരുപോലെ ഇരുന്ന് കാണുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ്, അതായത് പറഞ്ഞു ഇപ്പൊ സ്റ്റേറ്റ് അഫക്ട് ചെയ്യുന്നല്ലോ വെച്ചോ. സ്റ്റേറ്റ് ഈ ഒരു രംഗത്തിലൊന്നുമില്ല, സ്റ്റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കൊള്ളാം. സ്റ്റേറ്റ് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു രീതിയിൽ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ പോകും. അതായത് ഇവിടെ ഒരാൾ ഇരിക്കുന്നു, ഇത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചോ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്ന സ്റ്റേറ്റ് ആൾക്കാർ, ഫോർ എക്സാമ്പിൾ വെൽഫെയർ ആയിരുന്നു, ഏതൊരു കാര്യത്തിനും അത് നോക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ്. ഇയാൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ നിൽക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി നോക്ക്. ഈ ഒരു കുട്ടി കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നോ? ഇല്ല എന്നല്ല, ഒരു രീതിയിൽ ഇവനൊന്നും കണ്ടുകൂടാ. മനസ്സിലായോ? പക്ഷെ എന്ത് ചെയ്യും? ഒന്നും കാണാൻ പറ്റുന്നില്ല. പകരം എന്ത് ചെയ്യും? ഇങ്ങനെ കാണാൻ പറ്റാതാവുമ്പോഴത്തേക്കും സ്റ്റേറ്റ് അവിടെ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്തു. സ്റ്റേറ്റ് ഇന്റർഫിയർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവന്റെ കയ്യിൽ ഉള്ളത് എന്ത് ചെയ്യും? കുറച്ച് ഇങ്ങോട്ട് എടുത്ത് കൊടുക്കും. അപ്പൊ എന്ത് ഇവന് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ ഒരു സ്റ്റേറ്റ് നിങ്ങൾ നോക്കിയോ, ഈ ഒരു സ്റ്റേറ്റിൽ ഇവൻ ഇപ്പം കയ്യിലുള്ളതെന്ന് ഈ ഒരു ടേബിൾ എടുത്ത് ഇപ്പുറത്ത് കുറച്ച് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇവനത് കാണാൻ പറ്റും. അപ്പൊ എന്ത്, ആ ടേബിൾ ഇവന് കൊടുത്ത ഇവന് കൃത്യം. അപ്പൊ ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യാം? ആ സ്റ്റേറ്റിനെ കാണാൻ പറ്റി. ഞാൻ ഒരു ഐഡിയ എക്സാമ്പിൾ ആണ് പറയുന്നത്. 3 പേര് നിൽപ്പുണ്ടെങ്കിൽ 3 പേർക്കും ഒരുപോലെ രീതിയിലുള്ള റിസർവേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി? കൊടുക്കണം. അതാണ് റിസർവേഷൻ ചില സമയത്ത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറയാനുള്ള കാര്യം അതാണ്. കാരണം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, പല ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരായിരിക്കും.
അപ്പൊ അവർക്ക് ഒരേ രീതിയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ക്ലിയർലി ഒരുപോലെ നമുക്ക് ഇക്വാളിറ്റി എത്തിക്കണം. ഇക്വാളിറ്റി എത്തിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റിസർവേഷൻ ഇൻ കേസ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കണ്ടില്ലേ 27 റിസർവേഷൻ 10% റിസർവേഷൻ അവിടെ കൊടുക്കുന്നത്. അപ്പൊ റിസർവേഷൻസ് നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരുപോലെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുപോലെ ആയിരിക്കണം. ദർ ഷുഡ് ബി എ ഈക്വൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ എവരിവൺ. എങ്കിൽ മാത്രമേ എല്ലാവർക്കും മുമ്പോട്ട് വരാൻ പറ്റൂ. എവരിവൺ നീഡ് ടു മൂവ് ഫോർവേഡ്. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഒരുപോലെ രീതിയിലുള്ള റിസർവേഷൻസ് കാര്യങ്ങൾ കൊടുത്താലേ പറ്റൂ, എങ്കിലേ എല്ലാവരും മുമ്പോട്ട് വരാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചില പൈസ ഉള്ള മുമ്പോട്ട് പോകും, മറ്റോ താഴെ പോകും. പോർ സെക്ഷൻ വിൽ ബി സ്റ്റിൽ ദർ ബി പുവർ. അപ്പൊ ആ രീതിയിലുള്ള അപ്ലിഫ്റ്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ബൈ ദി സ്റ്റേറ്റ്. അതിൽ ഇക്വാളിറ്റി ബിഫോർ ഒരു കോൺസെപ്റ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. റൂൾ ഓഫ് ലോയും ചോദിച്ചിട്ടുണ്ട്. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എന്താണ്? ദ ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ടു ഫേവർ ഓഫ് എനി പേഴ്സൺ. നീ ഇപ്പൊ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ പ്രത്യേക പ്രിവിലേജ് ഒന്നും നിനക്കില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ദർ ഇസ് നോ സ്പെഷ്യൽ പ്രിവിലേജ് ഫോർ എനി പർട്ടിക്കുലർ പേഴ്സൺ. ആർക്കും ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ഓൾ ദ പേഴ്സൺസ് ടു ദ ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ് അഡ്മിനിസ്റ്റർഡ് ബൈ ദ ഓർഡിനറി. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമാനുസരണം വെച്ച് ഏതൊരാൾക്കും ഒരുപോലെ രീതിയിലുള്ള ഈക്വൽ ലോ, അതായത് എല്ലാവർക്കും ഓർഡിനറി ലോ എന്താണോ പറയുന്നത് ആ നിയമം ഏതാണോ എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമായിട്ട് തന്നെ പോകും. നോ പേഴ്സൺ ഈസ് അബൌവ് ദ ലോ. നിയമത്തെക്കാൾ മുകളിൽ ഒരുമില്ല. അത് മനസ്സിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്. അതൊരു സാക്രോസാങ്ക്ട് ആയിട്ട് സംഭവമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്. നിയമങ്ങൾക്ക് അതീതമായിട്ട് ഒരു വ്യക്തിയില്ല. നിയമം അതാണ് അതിന്റെ ഒരു ലൈഫ്. അതിന് മുകളിലായിട്ട് ആരുമില്ല. അപ്പൊ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ ക്ലിയർലി പഠിക്കണം. ഈ പോയിന്റ്സ് വെച്ച് തന്നെയാണ് എക്സാമിൽ ചോദിക്കുന്നത്. ഇക്വാളിറ്റി ബിഫോർ ലോ വരാത്ത ഏതൊക്കെയും ചോദിക്കാം. അപ്പൊ ഏതാണ്? ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ്, ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ലോസ് ഓഫ് ഓർഡിനറി ലോ ഓഫ് ദി ലാൻഡ്, ദെൻ നോ വൺ ഈസ് അബൌവ് ദി. നോ വൺ ഈസ് അബൌവ് ദി ലോ ഏതിന്റെ അണ്ടറിൽ വരും എന്നും ചോദിക്കാം. ഏതാണ്? ഇക്വാളിറ്റി ബിഫോർ ദി ലോ അണ്ടറിൽ വരും. ദെൻ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. എന്താണ്? ഇക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസ്. ഒരുപോലെ സർക്കംസ്റ്റാൻസ് ഉള്ള ഒരുപോലെ. അതായത് ഇങ്ങനെ ഇല്ല എന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഒരു മർഡറർ, ഒരു ഡക്കോയിറ്റി മീൻസ് ഫോർ എക്സാമ്പിൾ ഇസ് എ റോബറി. അപ്പം റോബറി നടത്തിയവനും മർഡർ നടത്തിയവനും ഒരുപോലെ ഇതിലുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റും. ഈ മർഡർ ചെയ്ത ഒരു ഹീനിയസ് ക്രൈമാണ്, ഇവൻ ചെയ്ത അത്ര ഹീനിയസ് ക്രൈം ഒന്നുമില്ല, മോഷണമാണ്, പക്ഷെ ഒരാളെ കൊന്നു. അപ്പൊ അതുപോലെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഈക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് അണ്ടർ ഈക്വൽ സം. ഒരേ സർക്കംസ്റ്റാൻസ് വരുന്ന ആൾക്കാർക്ക് ഒരേ ട്രീറ്റ്മെന്റ്. സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് ദി സെയിം ലോസ് ടു ഓൾ ദ പേഴ്സൺ സിമിലർ. ഒരുപോലെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരേ. അപ്പം ഒരുത്തൻ മർഡർ ചെയ്തിട്ട് വന്നാൽ അവന് ആ മർഡർ ചെയ്യുന്ന അതേ ലോ ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഡക്കോ ലോ എന്ന് വരും. അതാണ് പറഞ്ഞത്. ഇപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ രണ്ട് ഡിഫറെന്റ് ആണ്. ആ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഓരോർക്ക് ഓരോ രീതി കൊടുക്കണം. അതുകൊണ്ടാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. മർഡർ ചെയ്യുന്നവനും ഇപ്പോൾ ഡക്കോയിറ്റ് ചെയ്യണവനും റോബർ ചെയ്യുന്നതിനും ഒരേ നിയമമാണെന്ന് അവർക്ക് ഒരേ രീതി പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വ്യത്യാസം? അപ്പൊ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ വരണം. മർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ശിക്ഷ കിട്ടും, മറ്റേത് കുറഞ്ഞ ശിക്ഷ കിട്ടും. ആ ഡിഫറൻസ്. ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് ലൈക്ക് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരേപോലെ ആ സർക്കംസ്റ്റാൻസിലും ഒരേ രീതിയിൽ വരുന്നത് ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പൊ ഇതും ചോദിക്കാം. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നിട്ട് വിച്ച് ഈസ് അണ്ടർ വിച്ച് ഇക്വാളിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണോ, ബിഫോർ ലോ ആണോ, ഇക്വാളിറ്റി ബിഫോർ ലോ ആണോ, റൂൾ ഓഫ് ലോ ആണോ എന്ന് ചോദിക്കാം. ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കണം ഏതാണ് ഇക്വാളിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ വരുന്നതാണ്. ഈ ഒരു സ്ലൈഡിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ റൂൾ ഓഫ് ലോ. ഈ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എ വി ഡൈസി ഉണ്ട്. എ വി ഡൈസി ഒരു ഐഡിയൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് എ വി ഡൈസി ഐഡിയൽ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു രീതിയിലുള്ള തീം എന്ന രീതിയിൽ മാത്രം പറയുന്ന കുറച്ച് കാര്യമാണ്. നോ വൺ സഫർ ഇൻ ദ ബോഡി ഓർ ഗുഡ്സ് അൺലെസ് വയലേഷൻ. ഞാനൊരു നിയമം തെറ്റിക്കാതെ, അപ്പൊ ഞാൻ റോഡിൽ കൂടെ നടന്നുപോയി, വെറുതെ നടന്നു പോകുമ്പോൾ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റൂല. ഇഫ് ദേ വോണ്ട് ടു അറസ്റ്റ് മീ ദെൻ ഐ ഷുഡ് ഹാവ് ഏതെങ്കിലും രീതിയിൽ ഐ ഷുഡ് ബ്രേക്ക് ദാറ്റ് ലോ. ആ ലോ ഞാൻ വയലേറ്റ് ചെയ്തിരിക്കണം. അൺലെസ് ദേ കാൺ ഏബിൾ ടു അറസ്റ്റ് മീ. അതാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു ബോഡിയും ഒരു ഗുഡ്സും ദേ കാൺ ബി ഗെറ്റ് സഫർ അൺലെസ് ദ വയലേറ്റ്. നിയമം തെറ്റിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നെ ഒന്നും ചെയ്യാനോ ആരായിരുന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എ പേഴ്സൺ ക്യാൻ ബി സ്യൂഡ് ഓർ സ്യൂഡ്. നിങ്ങൾ ഏതൊരു ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നാൽ നിങ്ങൾ പ്രൈവറ്റ് ഏജൻസിന് ഏത് രീതിയിൽ ഏതെങ്കിലും എൻ്റെ റൈറ്റിന് നിങ്ങൾ അഫക്ട് ചെയ്യുന്ന പോയിക്ക് ഐ ക്യാൻ ഏബിൾ ടു സ്യൂ യു ത്രൂ മൈ കോർട്ട്. ഏതെങ്കിലും നിയമപരമായിട്ട് ത്രൂ ജുഡീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഐ ക്യാൻ ഏബിൾ ടു സ്യൂ യു. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സുപ്രീം ലോ ഓഫ് നോ വൺ ഈസ് അബൌവ് ദ ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർലി പഠിക്കാം. ദെൻ റൈറ്റ് ടു ഇക്വാളിറ്റി നമ്മൾ ഇത്രയും കാര്യം പഠിച്ചു. ഇതിൽ അബ്സല്യൂട്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് നോട്ട് അബ്സല്യൂട്ട്. അത് ക്ലിയർലി നേരത്തെ ഞാൻ അധികം പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും എന്തില്ല, ഈ പറഞ്ഞ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് അല്ല. അബ്സല്യൂട്ട് അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഇങ്ങനെ ആവാമോ എന്ന് ചോദിച്ചാൽ ആവാമെന്നല്ല, ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 361. The President of India, the Governor of the States are not answerable to any of the court exercise of the power duties of civil proceedings. അതായത് പ്രസിഡന്റിനോ ഗവർണറിനോ എതിരെ ഒരു രീതിയിലുള്ള സിവിൽ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സും എന്തില്ല,
എടുക്കാൻ പാടില്ല. അതെന്താ അവർക്ക് പറ്റൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഇമ്പോർട്ടൻ്റ്. ആ ഒരു ബോഡിയുടെ ആ ഒരു സുപ്രമിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിയമം ഉള്ളത്. കാരണം ഒരു സിവിൽ പ്രൊസീഡിങ്സോ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സോ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പ്രസിഡന്റിനോ ഗവർണറിനോ എതിരെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനോ നിങ്ങൾക്ക് പാടില്ല. ആർട്ടിക്കിൾ 361A അനുസരിച്ച് നോ സിവിൽ ഓർ കോർട്ട് പ്രൊസീഡിംഗ് ക്യാൻ ഒക്കർ ഓഫ് എ പേഴ്സൺ ഫോർ പബ്ലിഷിംഗ് എനി സബ്സ്റ്റൻഷ്യൽ ട്രൂ റിപ്പോർട്ട് ഐദർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിലോ പാർലമെന്റിലോ ഏതെങ്കിലും റിപ്പോർട്ട്സും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുന്ന പേരും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ട് പ്രൊസീഡിങ്സോ സിവിൽ പ്രൊസീഡിങ്സോ ആർക്കെതിരെ പാടില്ല, ഈ പറഞ്ഞ ആർക്കും എടുക്കാൻ, ലെജിസ്ലേച്ചറിൽ എടുക്കാൻ പാടില്ല പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആർട്ടിക്കിൾ 105 ഉണ്ട്, ആർട്ടിക്കിൾ 194 ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണിത്. ഇത് വരുന്നത് എന്താണ്, മെമ്പർ ഓഫ് എ പാർലമെന്റ്, MP ആണ്. അവര് എന്തെങ്കിലും ഈ പറഞ്ഞ കോർട്ടിന്, അത് ഇവരുടെ ഈ പറഞ്ഞ പാർലമെന്റിന്റെ അകത്ത് പറഞ്ഞതായിട്ടോ വോട്ട് ചെയ്തതായിട്ടോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നമുക്ക് എക്സെപ്ഷൻസ് ആണ്, അവർക്ക് നമുക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു എക്സെപ്ഷൻ ആയിട്ട് അവർക്കെതിരെ ഒരു രീതിയിലും മൂവ് ചെയ്യാൻ പറ്റില്ല. ഫോറിൻ റൂളേഴ്സ്, എംബസീസ് ഓഫ് എൻജോയ് ഇമ്മ്യൂണിറ്റി, അത് നമുക്ക് പഠിക്കാം. വിയന്ന കൺവെൻഷൻ എന്ന് പറയും, വിയന്ന കൺവെൻഷൻ ഓഫ് 97. അതായത് വിയന്ന കൺവെൻഷനിൽ ക്ലിയർലി പറയുന്നുണ്ട് ചില ഡിപ്ലോമാറ്റ്സ്, നമ്മളിപ്പോൾ പഠിച്ച് IS IFS, ചിലവർക്ക് ഇപ്പം ഇന്ത്യൻ ഫോറിൻ സർവീസ് അറിയാം, അപ്പോൾ അവരെന്താ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് പോവാം, അംബാസിഡേഴ്സ് എംബസിയിൽ പോകും. അപ്പോൾ അവരങ്ങനെ പോകുമ്പോഴത്തേക്കും അവർക്ക് എന്തോരം ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റീസിനെ പറ്റി എന്താണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഫ്രം ദ ജുഡീഷ്യൽ സിവിൽ പ്രൊസീഡിങ്സിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് ചെയ്യാം. അതായത് ഈ പറഞ്ഞ വിയന്ന കൺവെൻഷൻ ഡിപ്ലോമാറ്റിക് റൈറ്റ്സ് ഓഫ് 1961 ഉണ്ട്. ഈ വിയന്ന കൺവെൻഷൻ ഡിയർലി പറയുന്നത് വെച്ചാൽ ഇന്റർനാഷണൽ ട്രീറ്റി ദാറ്റ് ഡിഫൈൻസ് വർക്ക് ഓഫ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് നേഷൻസ്. അതായത് സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ IFS ഓഫീസേഴ്സിന് ആ രാജ്യത്ത് പോയി ക്ലിയർലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് മറ്റൊരു രീതിയിലുള്ള കോർഷനും ഹറാസ്മെന്റും ഇല്ലാതെ ക്ലിയർലി അവരവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ ആയിട്ടാണ് ഈ വിയന്ന കൺവെൻഷൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 9 ഹോസ്റ്റ് നേഷൻ മേ അറ്റ് എനി ടൈം ഫോർ എനി റീസൺ ഡിക്ലെയർ എ പാർട്ടിക്കുലർ മെമ്പർ ഓഫ് ഡിപ്ലോമാറ്റിക് പേഴ്സൺ. ഇപ്പം ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് ആ സ്റ്റേറ്റിൽ അവർക്ക് പേഴ്സാണോ നോ ഗ്രാൻഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എത്ര എവിടെ നിന്ന് ആ പേഴ്സൺ അവിടെ വിളിച്ചോണ്ട് പോകണം. വിളിച്ചോണ്ട് പോയാലേ എന്ത് ദേ കൻ ഏബിൾ ടു അറസ്റ്റ്. അത് ഈവൻ ദേ കനോട്ട് ഈവൻ ഈ പറഞ്ഞ സ്റ്റേറ്റിന് ആ ഒരു പ്രിമൈസസിന് ഉള്ളിൽ പോലും കേരള അനുവാദമില്ല. ആ മിഷന്റെ അധികാരം, അതായത് എംബസി, ഏത് എംബസി വിട്ട അവരുടെ അധികാരമില്ലാത്ത ആ മിഷനിൽ പോലും കേരള അധികാരമില്ല. പ്രിമൈസ് ഓഫ് ദ ഡിപ്ലോമാറ്റിക് മിഷൻ സച്ച് എംബസി ആർ inviolate must be entered the host country without the permission of the mission. ആ മിഷൻ ആരെ സെൻഡ് ചെയ്ത മിഷൻ ആരാണോ അവരുടെ അനുവാദമില്ലാതെ എംബസി പോലും കയറാൻ അധികാരം അവർക്കില്ല. നിങ്ങൾ നാളെ IFS ഓഫീസേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റീസ് കിട്ടും. Then Article 13 extend this provision for the private residence of diplomats plus. ഡിപ്ലോമാറ്റ്സിന് എന്തുണ്ട്, അവരുടെ പ്രൈവറ്റ് റെസിഡൻസ് ഉണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക. Then Article 31 sees an exemption to Article 14. It provides that laws made by the state for implementing the DPSPs and 39 cannot be challenged on the ground of. അതായത് ഈ ആർട്ടിക്കിൾ 14 വരുമ്പം ആർട്ടിക്കിൾ 31C അതാണ് പറഞ്ഞത്. When Article 31C comes, Article 14 goes. Article 31C എന്ന് പറയുന്നത് ബേസിക്കലി DPSP നടപ്പാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കപ്പെടാനോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് കോർട്ടിൽ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് when 31C comes in, Article 14 will goes out. നിങ്ങൾ DPSP പഠിക്കുമ്പോൾ ക്ലിയർലി എന്താണ് C എന്നും BC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ എ സിംഗിൾ ഹാൻഡ്, അത് പാടില്ല എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 31B പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർലി അവിടെ പഠിക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക 31C വരുമ്പോൾ എന്ത് പറ്റും, ദാറ്റ് ഈസ് 31 വരുമ്പോൾ 14 will go out. ക്ലിയർലി മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ ആർട്ടിക്കിൾ 14 പഠിക്കുമ്പം രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ആർട്ടിക്കിൾ 14 എന്താണ്, അതിന്റെ ഐഡിയ എന്താണ്, പ്ലസ് അതിന്റെ എക്സെപ്ഷൻസ് എന്താണ് എന്നുള്ള ക്ലിയർലി പഠിക്കുക. എക്സെപ്ഷൻസ് ചോദിക്കണം, അതാണ് മനസ്സിൽ പഠിക്കുക. Then the next article is Article 15. An important article ആണ്. The state shall not discriminate any citizen on grounds of religion, race, caste, sex, place of birth. ഈ 5 കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റ് ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആവാം. കാരണം എന്താണ്, ഫോർ ദി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് എ പർട്ടിക്കുലർ സൊസൈറ്റി ദേ കൻ ഏബിൾ ടു ഡു ദാറ്റ് പർട്ടിക്കുലർ തിങ്, അല്ലെ പർട്ടിക്കുലർ റിസർവേഷന് വേണ്ടി അവർക്ക് ചെയ്യാം. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഈസ് അലൗഡ് അറ്റ് ദെയർ ബൈ ദി സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 15 പറയുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 15(3) സ്റ്റേറ്റ് ഹാസ് ടു മേക്ക് എനി പ്രൊവിഷൻ ഫോർ ദി വുമൺ ആൻഡ് ചിൽഡ്രൻ. അതായത് വുമണിനെയും ചിൽഡ്രനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, ഏത് രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവിഷൻസ് ഉണ്ടാക്കാം, ലോസ് ഉണ്ടാക്കാം. അതായത് വുമൺ എംപവർമെന്റ് ഫോർ പോസ്കോ ആക്ട് ഉണ്ടായത് വുമൺ എംപവർമെന്റ് വേണ്ടിയാണ്. കാരണം എന്താ, കൂടി വരുന്ന ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങൾ വരുമ്പോഴും, ഫോർ എക്സാമ്പിൾ റേപ്പ് അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ക്ലിയർലി വുമണിന് വേണ്ടി ഒരു ആക്ട് ഇറക്കി. ഇനി ചിൽഡ്രൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ 86th അമെന്റ്മെന്റ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ചിൽഡ്രൻ 6 to 14 years, അപ്പൊ അപ്ലിഫ്റ്റ്മെന്റ് ചെയ്യാം. ആർട്ടിക്കിൾ 15(4) ക്ലോസ് 4 പറയുന്നുണ്ട് enable state to make any special provision advancement of any social education backward classes for the SC/STs. ഇതാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡ് ഞാൻ പറഞ്ഞു ക്ലിയർലി എന്താണ്.
അതായത് SC/ST കമ്മ്യൂണിറ്റിക്ക് സോഷ്യലി എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഉണ്ട്. സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് ഒരു രീതിയിൽ മുമ്പോട്ടല്ല ഫോർവേഡ് കമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിന് they can able to provide some provisions or reservations for those SC/ST categories. Then 15(5) clause, special provision on the advancement of social education backward class citizens, particularly in relation to the administration of education. ഇതാണ് 93rd Amendment Act ഉപയോഗിച്ച് പറഞ്ഞത്. അതായത് SC/ST കമ്മ്യൂണിറ്റി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സോഷ്യൽ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സസ്. 15(6) മേക്ക്, അതായത് EWS റിസർവേഷനിലെ, അതായത് 103rd Amendment Act, 103rd Amendment Act EWS റിസർവേഷൻ കൊണ്ടുവന്നത് എന്തിനാണ്, അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആൾക്കാർക്ക് എന്ത് 10% റിസർവേഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലെ രീതിയിലാണ് ആ റിസർവേഷൻ കൊണ്ടുവന്നത്. ആ റിസർവേഷൻ സ്റ്റേറ്റിന് ചെയ്യുക. അതിന്റെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻസ് ആണ്, അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഇനി 15(6) ക്ലോസ് ബിയിൽ പ്രൊവൈഡ്സ് ഫോർ മേക്കിംഗ് സ്പെഷ്യൽ പ്രൊവിഷൻ അഡ്വാൻസ്മെന്റ് ഓഫ് എക്കണോമിക് സെക്ഷൻസ് ഇൻക്ലൂഡിംഗ് ക്ലാസ് മെൻഷൻഡ് ഇൻ ക്ലോസ് 4 and 5. ദീസ് പ്രോസസ് പെർട്ടേൺ, അത് ഇത് ജസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കിയാൽ മതി. സോഷ്യലി എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ പല തവണയായിട്ട് പല ക്ലോസുകൾ ആഡപ്പ് ചെയ്തിട്ടുണ്ട്. പല കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വരുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, ഈ ക്ലോസുകൾ 15 clause 1, 15 clause 2, 15 clause 3 എന്ന രീതിയിൽ ക്ലോസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലോസിൽ പലതും പല അമെന്റ്മെന്റ് ആണ്. ഇപ്പോൾ 15 clause 6 പറയുന്നത് 103rd Amendment Act EWS റിസർവേഷൻ 10% കൊടുത്തപ്പോൾ അതിവിടെ ആഡ് ചെയ്തു. സോഷ്യൽ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സിൽ ആദ്യമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 1951 ചെമ്പകൻ ദുരൈരാജൻ കേസിലാണ്. ഈ ചെമ്പകൻ ദുരൈരാജൻ കേസിലാണ് 51 കേസിലാണ്, അത് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു സീരീസ് ഞാനും കണ്ടതാണ്, ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ എന്തുവാണെന്ന് തോന്നുന്നു. നല്ല രസമാണ്. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ ആൾക്കാരെ എങ്ങനെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യണം, ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കത് കാണാം. നല്ല രസമാണ്, സമയം ഉണ്ടെങ്കിൽ കാണാം. അതിന് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ആർട്ടിക്കിൾ 15. ഇനി ആർട്ടിക്കിൾ 16 എന്താണെന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചത്, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ഗവൺമെന്റ് ജോബ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം. 14 വെച്ച് റൈറ്റ് ഇക്വാളിറ്റി ആണ്. പിന്നെ ഇപ്പൊ രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്, ഈ പറഞ്ഞ റൈറ്റ് ടു പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ബട്ട് ആർട്ടിക്കിൾ 16 എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റെഫേഴ്സ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ഗവൺമെന്റ് ജോബ്സ്. അതായത് പ്രൊവൈഡ്സ് ഫോർ ദി ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഓൾ സിറ്റിസൺസ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ദി ഓഫീസ്. ഏതിൽ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ വരുന്നത് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരുപോലെ ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കണം. 16(2) പറയുന്നുണ്ട് provides that there cannot be any discrimination on the ground of religion, caste, sex, descent, place of birth, residence at any point of. ഒരു രീതിയിലും എന്ത് പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ബട്ട് ഇത്രയും ഗ്രൗണ്ട് അല്ലാതെ ഓൺ ദി അതർ ഗ്രൗണ്ട് they can able to do it. പാർലമെന്റ് ഇത്രയും കാര്യമല്ല, റെസിഡൻസിന്റെ പേരിൽ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, they can able to form a positive discrimination. അതായത് ഇപ്പോൾ ഹരിയാന ഗവൺമെന്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്, അവരുടെ സ്റ്റേറ്റിലെ ആൾക്കാർക്ക് ഇത്ര ശതമാനം റിസർവേഷൻസ് എന്ത് കൊടുക്കണം, ഒരു പ്രൈവറ്റ് സെക്ടർ അവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോബിൽ. അങ്ങനെ കുറെ കോൺട്രവേഴ്സി ഒക്കെ ഇപ്പോഴും റിസർവേഷന്റെ പേര് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ റിസർവേഷൻസ് ഒക്കെ റെസിഡൻസിന്റെ പേര് റിസർവ് ചെയ്യാം, അവർക്ക് റിസർവേഷൻസ് വരാം, അത് പോസിറ്റീവ് രീതിയിൽ അവർക്ക് കാണാം. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഈസ് സ്റ്റിൽ ദേർ. 16 clause 4, 16 clause 4A provide the ground of positive discrimination of the reservation. ഈ 16 clause 4 പറയുന്നത് വെച്ചാൽ സോഷ്യലി എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക്, അതായത് SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക്, സോഷ്യൽ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാം, റിസർവേഷൻ നൽകുന്നതിനെ പറ്റി 16(4) വരുന്നത്. Provide state can make any provision for the reservation of appointment or post. അതായത് 16(4) ഉണ്ട്, 16(4A) ഉണ്ട്. ഈ 4 പറയുന്നത് അപ്പോയിന്റ്മെന്റ്, അതായത് എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്, അവരുടെ ഏതെങ്കിലും പോസ്റ്റ് രീതിയിലുള്ള ഏതെങ്കിലും ജോബിലേക്ക് കയറാനുള്ള അപ്പോയിന്റ്മെന്റ് എന്ത് ചെയ്യാം, ഡിസ്ക്രിമിനേഷൻ ചെയ്യാം, അവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ റിസർവേഷൻ കൊടുക്കാം. 16(4) clause A. ഈ ക്ലോസ് എയിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്, പ്രൊമോഷൻസ് ആണ്. അതായത് ഈ ഒരു രീതിയിൽ ഏതെങ്കിലും പ്രൊമോഷൻസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻസിൽ എന്ത് ചെയ്യാം, അവർക്ക് ഈ രീതിയിൽ റിസർവേഷൻ കൊടുക്കാം എന്ന രീതി രണ്ടിലും പറയുന്നുണ്ട്. അതിൽ പ്രധാനം മനസ്സിലാണ് ഈ ഒരു കേസ്. ഞാൻ ഈ ഒരു മൈൻഡ് മാപ്പ് പോലെ ചെയ്തിട്ടുണ്ട്, ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പകൻ ദുരൈരാജൻ കേസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ചെമ്പകൻ ദുരൈരാജൻ കേസ്. ഈ ചെമ്പകൻ ദുരൈരാജൻ കേസിലാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വരുന്നത്. ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 1951 ചെമ്പകൻ ദുരൈരാജൻ കേസ് വരുന്നുണ്ട്. അതായത് അതിൽ പറയുന്ന ആർട്ടിക്കിൾ 16(4) എന്താണ് പറഞ്ഞത് ഞാൻ പഠിച്ചത്. 16(4) നമ്മൾ റിസർവേഷൻ ഫോർ ദി സോഷ്യൽ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇൻ ദി SC/ST കമ്മ്യൂണിറ്റി. അപ്പൊ അതിന്റെ ഫലമായിട്ട് 15 ഈ പറഞ്ഞ 16 4 എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഗവൺമെന്റ്, ഈ പറഞ്ഞ പാർലമെന്റ് ആക്ടിലൂടെ എന്ത് ചെയ്തു, കയറ്റി. അപ്പൊ ഈ ഒരു ക്ലോസ് ഇങ്ങനെ നിലനിൽക്കുമ്പം ഈ സ്കോപ്പ് ഈ ഒരു ക്ലോസ് എത്ര വരെ ആർക്ക് കിട്ടാം, ഏത് രീതിയിലുള്ള എക്സ്റ്റെൻഡ് വരാം എന്ന രീതിയിലുള്ള ഒരു കേസാണ് അന്ന് ഇന്ദിരാസാനി ജഡ്ജ്മെന്റ് 1992 വന്നത്. അപ്പൊ ഇന്ദിരാസാനി ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ക്രീമി ലെയർ OBCക്കും അപ്ലിക്കബിൾ ആണ്. ആർക്കും ക്രീമി ലെയർ എന്ന് വെച്ചാൽ 8 lakhs above ഇൻകം ഉണ്ടെങ്കിൽ എന്താ അറിയില്ല, ക്രീമി ലെയർ നോൺ ക്രീമി ലെയർ വരും, അത് അപ്ലിക്കബിൾ ആണ്. പിന്നെ എന്താണ്, പ്രൊമോഷനിൽ, അതായത് ഇപ്പൊ ഞാൻ സർവീസ് ചെയ്യുന്ന ആൾ, എന്റെ പ്രൊമോഷൻ വന്നു, ഞാൻ അടുത്തൊരു ടെസ്റ്റ് എഴുതി അടുത്ത പ്രൊമോഷൻ വരും, ആ പ്രൊമോഷൻ സമയത്ത് റിസർവേഷൻ പാടില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല,
50% കൂടുതൽ റിസർവേഷൻ കൊടുക്കാൻ പാടില്ല ഒരു രീതിയിൽ. 50% റിസർവേഷൻ കൊടുക്കാൻ പാടില്ല. കാരണം ഈ ബേസിക്കൽ റിസർവേഷൻ വരുന്നതെന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ടാണ് പണ്ട്. ഈ മണ്ഡൽ കമ്മീഷൻ പറഞ്ഞ 3793 പ്ലസ് കേസസ് റിസർവേഷൻ ഇത്രയും ആൾക്കാർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു രീതിയിലുള്ള റിസർവേഷൻ ഇല്ല. 52% പ്ലസ് OBC കാരുടെ റിസർവേഷൻ ഇല്ല. അപ്പം ഓരോ ഗവൺമെന്റ് സമയത്ത് ഫോർ എക്സാമ്പിൾ നരസിംഹറാവു ഗവൺമെന്റ് വന്നപ്പോഴും VP സിംഗ് ഗവൺമെന്റ് വന്നപ്പോഴും റിസർവേഷൻ കൂട്ടി. അതായത് VP സിംഗ് ഗവൺമെന്റ് വന്ന സമയത്താണ് ഈ പറഞ്ഞ റിസർവേഷൻ ഒരു 27% റിസർവേഷൻ ഫോർ ഗവൺമെന്റ് ജോബ്സ് കൊണ്ടുവന്നു. നരസിംഹറാവു ഗവൺമെന്റ് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ 27 റിസർവേഷൻ OBC കൊടുത്തു. അപ്പോൾ എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ടുവന്നു. അങ്ങനെ ഈ റിസർവേഷന്റെ കാലക്രമേണ വരുന്നത് മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് തൊട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് 77th അമെന്റ്മെന്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു പാർലമെന്റ്. അതായത് പ്രൊമോഷൻ ഫോർ SC/STs ഇൻ പബ്ലിക് സർവീസസ്. അതാണ് 15(4)A. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 16(4)ഉം 16(4)A. ആ 16(4)A ആണ് ഈ പറഞ്ഞ പ്രൊമോഷൻസ് ഇൻ ദ സർവീസസ്. അത് 77th അമെന്റ്മെന്റ് ആക്ട് ഉപയോഗിച്ച് ഗവൺമെന്റ് കൊണ്ടുവന്നു. അപ്പൊ അത് കൊണ്ടുവന്നപ്പോഴത്തേ അതിനെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ അതിനെ തിരിച്ചിട്ട് നാഗരാജ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസ് 2006-ൽ. അപ്പൊ ഗവൺമെന്റ് ഈ പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞു 3 ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം റിസർവേഷൻ എടുക്കാം. ഒന്ന്, അവർ സോഷ്യൽ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ആയിരിക്കണം. 2, അവർ അഡിക്വേറ്റ്ലി റെപ്രസെന്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ അവരെ ഇപ്പം റിസർവേഷനിൽ കൊണ്ടുവന്നാൽ എഫിഷ്യൻസി ഓവറോൾ ബാധിക്കാൻ പാടില്ല എന്ന് ക്ലിയർലി നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുള്ള കേസ്. ഈ ജഡ്ജ്മെന്റ് നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ജഡ്ജ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം. ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ചതും എടുത്തതൊന്നും കാണാപ്പാഠം പഠിച്ചിട്ടില്ല. എനിക്ക് കാണാപ്പാഠം പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഒരു മെയിൻസ് എക്സാം എഴുതാൻ പോകും കുറച്ചും കൂടെ ഐഡിയ ആയിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നാളെ നിങ്ങൾ ബുക്ക് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. അല്ല ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3 300A കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഇങ്ങനെ ഫാക്ടറിയോടെ പഠിക്കുന്ന സാധനം ഫാക്ടറിയോടെ പഠിച്ചു. പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നാളെ ഫോർ ഇന്ദിരാഗാന്ധി ജഡ്ജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ CAPF എക്സാം എഴുതാൻ പോയപ്പോഴത്തെ ADM ജബൽപൂർ കേസ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് സമയത്ത് ഈ പറഞ്ഞ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് ആ കേസ് എന്തിന്റെ എന്ന് ചോദിച്ചിട്ടുണ്ട്. കേസൊക്കെ ചോദിച്ചിട്ടില്ലെന്നല്ല, ചില കേസൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ ജർണൽ സിംഗ് കേസിൽ ക്രീമി ലെയർ എക്സ്റ്റൻഷൻ കിട്ടും. അപ്പൊ ഇത്രയും പഠിക്കുക. ചെമ്പകം ദുരരാജൻ കേസ് 1951-ൽ സോഷ്യൽ എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സുകളിലെ ആർട്ടിക്കിൾ 16-ൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി 16(4)ൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കേസ് ഏതാണ്? ചെമ്പകം ദുരരാജൻ കേസ്. അപ്പൊ ഇത് എവിടം വരെ പോകും, ഇതിന്റെ എക്സ്റ്റെന്റ് എവിടം വരെ കൊണ്ടുപോകാം എന്ന രീതിയിലുള്ള കേസ് ആദ്യമായിട്ട് വരുന്നത് ഇന്ദിരാഗാന്ധി ജഡ്ജ്മെന്റ്. ഇന്ദിരാഗാന്ധി ജഡ്ജ്മെന്റ് പറഞ്ഞ 50% കോട്ട ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ പ്രൊമോഷൻസ് കൊടുക്കാൻ പാടില്ല, ക്രീമി ലെയർ OBCക്ക് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ എന്ത് പറ്റും? അതിനെ ബന്ധപ്പെട്ട് അതിനെ വെല്ലുവിളിക്കാൻ അടുത്തൊരു കേസ് വന്നതാണ് ഈ പറഞ്ഞ നാഗരാജ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യയിലാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് 77 അമെന്റ്മെന്റ് ആക്ട് വെച്ച് പ്രൊമോഷനിലും കൂടെ റിസർവേഷൻ കൊടുത്തപ്പോൾ നാഗരാജ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞു നിങ്ങൾ ഹാവ് ടു സാറ്റിസ്ഫൈ എ ടെസ്റ്റ്. ഈ 3 ടെസ്റ്റ് നിങ്ങൾ സാറ്റിസ്ഫൈ കണ്ടു. ഇത്രേ ഉള്ളൂ. ഇത്രയാണ് നിങ്ങൾ 16 പബ്ലിക് ഈ എംപ്ലോയ്മെന്റ് പഠിക്കേണ്ടത്. ഇനി നമുക്കറിയാം ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ മഹാത്മാഗാന്ധിക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അങ്ങനത്തെ ഒരു ആർട്ടിക്കിൾ ഒക്കെയാണത് ആർട്ടിക്കിൾ 7 അൺടച്ചബിലിറ്റി എന്ന് പറയും. ആർട്ടിക്കിൾ 7 abolishes untouchability, forbids the practice in any form enforcement of disability arising out of untouchability. അതായത് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. മലയാളത്തിൽ തൊട്ടുകൂടായ്മ എന്ന് പറയും. അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ എലക്ഷന് വേണ്ടി ഡിസ്ക്വാളിഫൈഡ് ഫോർ ഇലക്ഷൻ പാർലമെന്റോ സ്റ്റേറ്റ് ലീസിനോ ഒരു പേഴ്സണെ എന്ത് ചെയ്ത് കൺവിക്ട് ചെയ്ത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ അൺടച്ചബിലിറ്റിക്ക് വേണം നമുക്ക് ഇങ്ങനെ അൺടച്ചബിലിറ്റി അബ്സല്യൂട്ട് റൈറ്റ് ആണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് SC/STs അട്രോസിറ്റീസ് ആക്ട് പ്രിവെൻഷൻ ആക്ട് കൊണ്ടുവന്നത്. SC/ST അട്രോസിറ്റി ആക്ട് പ്രിവെൻഷൻ ആക്ട്. നിങ്ങളിപ്പോൾ ഒരാളെ ഏതെങ്കിലും മതപരമായിട്ടോ അയാളുടെ ജാതി പറഞ്ഞാൽ കളിയാക്കി കഴിഞ്ഞാൽ ഈ കേസിൽ യു ആർ ജസ്റ്റ് ബുക്കിംഗ് അണ്ടർ SC/STs അട്രോസിറ്റീസ് ആക്ട്. ദെൻ റീച്ചിങ് അൺടച്ചബിലിറ്റി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവരറിയാതെ അല്ലാതെ ഏതെങ്കിലും അൺടച്ചബിലിറ്റി ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത കൂട്ടാളെ അവരെങ്ങനെയാണ് ഇവരെ കാസ്റ്റ് ഇങ്ങനെ ഇവൻ നീ അയ്യോ കാസ്റ്റ് തൊടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാരൊക്കെ they can able to book under this act, so be careful. Then preventing any person to enter ഏതെങ്കിലും ഒരു ഷോപ്പിലോ ഹോട്ടലിലോ പബ്ലിക് പ്ലേസിലോ ഒരു വെള്ളം കുടിക്കാനെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ പ്രോഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺടച്ചബിലിറ്റി അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ ആരും ചെയ്യാതിരിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. റെഫ്യൂസിങ് ടു അഡ്മിറ്റ് എ പേഴ്സൺ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും രീതിയിൽ അവരെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക. അവർ വരുന്നു ഓക്കെ ഒരു കോളേജിലോ സ്കൂളിലോ വരുന്ന കുട്ടി ആ കുട്ടി ഇന്ന കാസ്റ്റ് ആണ്, നീ ഇതിപ്പോൾ ഏത് ജാതി എന്ന് അവർ കയറ്റാതിരിക്കുക. ഇപ്പം എത്ര വലിയ ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാലും സ്റ്റിൽ സം ഓഫ് ദി പ്ലേസസ് ഈവൻ ഇൻ കേരള ഓൾസോ സം ഓഫ് പീപ്പിൾ ആർ ഫോളോയിങ് ദി സെയിം തിങ്. ഫോർ എക്സാമ്പിൾ ഇഫ് യു സീ ദാറ്റ് നമ്മുടെ ഈ റീസെന്റ് കുറെ കേസൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഏതൊരു പുള്ളിക്കാരന് മധു എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ്റെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. സോ ഇഫ് യു സീ തോസ് ഇൻ ദ ന്യൂസ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈവൻ ഇഫ് കേരള ഇസ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ചിലയിടത്തൊന്നും ലിറ്ററസി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലും പോട്ടില്ല. ചില ആൾക്കാർ സ്റ്റിൽ ഇൻ ദാറ്റ് ഓൾഡ് ഏജ് ആ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. ആ പഴയ കാലഘട്ടത്തിൽ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴും കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അവരെ ആലോചിച്ച് നമുക്ക് സമയം കളയാൻ പറ്റില്ല. ബട്ട് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക.
എന്തെങ്കിലും കാര്യങ്ങൾ വല്ല അവയർനെസ് ഒക്കെ ഉപയോഗിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരും കൂടെ കുറെ കാലം കൂടെ ജീവിക്കും. ജസ്റ്റിഫൈങ് അൺടച്ചബിലിറ്റി ഓൺ ദ ട്രഡീഷണൽ റിലീജിയസ് ഫിലോസഫിക്കൽ ഗ്രൗണ്ട്സ്. ഇൻസൾട്ടിങ് എ പേഴ്സൺ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലുള്ള വ്യക്തിയെ അവരുടെ പേരോ ജാതിയോ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അത് അൺടച്ചബിലിറ്റി ആക്ടിന്റെ അണ്ടറിൽ വരും. അതാണ് പറഞ്ഞത് ഒരു അബ്സല്യൂട്ട്. നമ്മൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് 14 to നമ്മൾ 14 to 18 എടുത്ത വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് അബ്സല്യൂട്ട് റൈറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് അൺടച്ചബിലിറ്റി ആണ്. അട്രോസിറ്റീസ് ആക്ട്, പീപ്പിൾസ് ഈ പറഞ്ഞ പീപ്പിൾ യൂണിയൻ ഫോർ ഡെമോക്രാറ്റ്സ് 1992 കേസുണ്ട്. ഈ കേസിലാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരുന്നാൽ പോലും, സ്റ്റേറ്റ് മാത്രമല്ല, നിങ്ങൾ ആയിരിക്കും സ്റ്റേറ്റ് മാത്രമല്ല, ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെന്ന് വെച്ചോ, ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും അവരെയും they can able to file under this case. ഈ ഒരു കേസിൽ അവരും വരും. കാരണം എന്താണ്, അതും ഈ പറഞ്ഞ കേസിൽ അണ്ടറിൽ വരുന്ന സംഭവമാണ്. സോ അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 നമ്മൾ 14 പഠിച്ചു, then 15, then 16, we are finally entering into the last fundamental right, article 18. That's abolition of titles. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. abolition of titles ആണ് എന്താണ്, ടൈറ്റിൽ നൽകുന്നില്ല. ഇപ്പൊ മഹാരാജ്, റായ് ബഹദൂർ, ലാൽ ബഹദൂർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ടൈറ്റിൽ കൊടുക്കൂലേ, മഹാരാജാവ് എന്നൊക്കെ വിളിക്കാറില്ല. അങ്ങനെ ടൈറ്റിൽ ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. Prohibition of titles conferring any title upon a citizen or a foreigner except ഇപ്പൊ അക്കാഡമി മിലിറ്ററി ഡോക്ടർ, ഈ പറഞ്ഞ മേജർ, ഈ പറഞ്ഞ വിങ് എയർ കമാൻഡർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ അക്കാഡമിക് മിലിറ്ററി പരമായിട്ടോ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ് വെക്കുന്ന പ്രശ്നമില്ല. അല്ലാതെ അവനെ പോയി രാജാവേ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ അവനെ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ രാജാവേ രായ് ബഹദൂർ എന്ന് വിളിക്കണം, അങ്ങനത്തെ രീതിയിലുള്ള ടൈറ്റിൽസ് പണ്ട് കാലത്തെ കൊളോണിയൽ ടൈംസ് എന്നുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. Prohibit citizen for entering accepting in a title of foreign state. ഒരു ഫോറിൻ സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിറ്റിസൺ റൈറ്റ് എടുക്കാൻ പാടില്ല. A foreigner holding any office of profit or trust under the state cannot accept any title from any foreign state without the consent of the president. ഇനി ഒരു ഫോറിനർ ആണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഗവൺമെന്റിന്റെ അണ്ടറിൽ, ഇന്ത്യൻ ഗവൺമെന്റ് അണ്ടറിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഓഫ് പ്രോഫിറ്റ് നമുക്ക് ക്ലിയർ പഠിക്കും. അത് ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാപനം അവരുടെ അണ്ടറിൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് അണ്ടറിൽ ഹെഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും എന്ത് ഒരു രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. No citizen or the foreigner holding any office of profit of trust and territories of India except in the present involvements of fees from under any foreign state. അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഫോറിൻ സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് നമ്മളൊരു പ്രസന്റ് പോലും പ്രസിഡന്റ് കൺസെന്റ് ഇല്ല വാങ്ങാൻ പറ്റൂല. പക്ഷേ വാങ്ങിയാൽ എന്ത് പറ്റും എന്നുള്ളതിൽ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളത് പറയുന്നില്ല, വാങ്ങാൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളത് എന്തായാലും ആർട്ടിക്കിൾ പറയാത്തുള്ളൂ, അത് എന്ത് പറ്റും നമുക്ക് അറിയില്ല. പക്ഷെ വാങ്ങാൻ പാടില്ല എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ഏത് ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിൾ 18. അപ്പൊ നമ്മൾ എത്ര ആർട്ടിക്കിൾ പഠിച്ചു, ആർട്ടിക്കിൾ 14 പഠിച്ചു, ആർട്ടിക്കിൾ 15, 16, 17, 18. 14 to 18 we have the right to equality എന്ന് മനസ്സിലാക്കുക. ഇത്ര ആർട്ടിക്കിളിൽ റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്, ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ. ഇനി ഈ ഒരു ടൈറ്റിലെ ബന്ധപ്പെട്ട് തന്നെ പ്രീവിയസ് ഇയറിൽ പത്മ അവാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടൈറ്റിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ആ പത്മ അവാർഡ്സും കൂടെ പഠിച്ചു വേണം. അതായത് പത്മ അവാർഡ്സിന്റെ ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. ഈ പത്മ അവാർഡ്സ് 120 കൂടുതൽ കൊടുക്കാറില്ല. ഇനി റിപ്പബ്ലിക് ഡേയുടെ അന്ന് പ്രസിഡന്റ് ആയിരിക്കും പ്രഖ്യാപിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, ക്യാബിനറ്റ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, സെക്രട്ടറി ടു ദ പ്രസിഡന്റ്, ഇവർ ഫോം ചെയ്ത കമ്മിറ്റി പരമായിട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് ഈ പറഞ്ഞ പത്മ അവാർഡ്സ് കൊടുക്കുന്നത്. ആർക്ക് വേണം നോമിനേറ്റ് ചെയ്യാം, ഈവൻ ഐ ക്യാൻ നോമിനേറ്റ് മൈസെൽഫ്, ഈവൻ യു ക്യാൻ നോമിനേറ്റ് എനി പേഴ്സൺ ആസ് സച്ച്. ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ വുമൺ ആൻഡ് ഓൾസോ നോൺ ഇന്ത്യൻസിനും ഈ പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മദർ തെരേസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുവരെ എത്ര പത്മ അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്, 45 പത്മ അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഭാരത് രത്ന 54 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1954 ഭാരത് രത്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഭാരത് രത്ന ഇസ് ഹൈയസ്റ്റ് അവാർഡ് ഫോളോഡ് ബൈ പത്മ അവാർഡ്സ്. അതായത് ഭാരത് രത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ, ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ. ദെൻ സസ്പെൻഡ് മെനി ടൈംസ്, അതാണ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതായത് പത്മ അവാർഡ് സസ്പെൻഡ് ചെയ്തത് 2 തവണ മാത്രമാണ്, അല്ല പല തവണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2001 ഐ തിങ്ക് സോ മെനി ടൈംസ് ഹാസ് ബീൻ സസ്പെൻഡഡ്. സോ നാഷണൽ അവാർഡ്സ് ആർ നോട്ട് അബൌട്ട് ടൈറ്റിൽസ് കനോട്ട് യൂസ് ആസ് പ്രിഫിക്സ്. ഈ പറഞ്ഞ ബാലാജി രാഘവൻ കേസ് 1995 ഈ കേസിലൂടെയാണ് സുപ്രീം കോടതി പറഞ്ഞെന്താണ്, ഈ പറഞ്ഞ ടൈറ്റിൽസും കാര്യങ്ങളും നിങ്ങളെ പേരിന്റെ മുമ്പിൽ കൊണ്ട് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു പത്മശ്രീ കിട്ടി, അല്ലെ പത്മഭൂഷൺ കിട്ടി, അപ്പൊ പത്മശ്രീ ഭരത് മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് അത് പറയാം, പക്ഷെ അല്ലെ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്മശ്രീ പത്മഭൂഷണം കൊണ്ട് ഫ്രണ്ട് വെക്കണല്ലേ, പക്ഷെ അഫീസോ പ്രൊഫീസർ വെക്കാൻ പാടില്ല എന്നുള്ള ബേസിക്കലി ആ പേരിൽ അത് പറയുന്നുണ്ട്. പക്ഷെ ടൈറ്റിൽസ് വെക്കാൻ പറ്റുന്ന മിലിറ്ററി അക്കാഡമിഷ്യ, അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ് കിട്ടാൻ മാത്രമാണ്. ദെൻ ഗാലൻട്രി അവാർഡ്സും കൂടെ ഈസിലി ഒന്ന് പറഞ്ഞു പോവാം. അതായത് പേഴ്സൺസ് ഓഫ് നമുക്ക് ഗാലൻട്രി അവാർഡ്സ് ഈ പരംവീർ ചക്ര, അശോക് വീർ ചക്ര, അങ്ങനത്തെ വീർ ചക്രാസ് ആണ്. പരംവീർ ചക്ര, അശോക് ചക്ര, മഹാവീർ ചക്ര ഇത് ഇൻഡിപെൻഡൻസിന് ശേഷവും 1952 തൊട്ടാണ് കീർത്തി ചക്ര, വീർ ചക്ര, ശൗര്യ ചക്ര ഇത് 352 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട, ഈ ഭാരത് രത്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 54 അതിന്റെ കുറച്ച് ഐഡിയാസ്, അതായത് പലതവണ അതിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ കുറച്ച് ഐഡിയാസ് ക്ലിയർ പഠിക്കും. ഇതിന്റെ കൂടെ പഠിച്ചു പോകാൻ പത്മ അവാർഡ്സ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കിയാറ്, ഞാൻ ഇപ്പൊ പറഞ്ഞ ചുമ്മാതെ ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നുകൊണ്ട് വളവളാന്ന് ഇവിടുന്ന് പറയുന്നൊന്നുമില്ല, ഞാൻ പറയുന്ന കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
പ്രീവിയസ് ഇയറിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് മാത്രം എടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തീംസ് എന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത് കൃത്യമായി നിങ്ങൾ പറയുന്നത് വെച്ചാൽ തീംസിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും പഠിക്കാനൊന്നും ആർക്കും പറ്റൂല. പക്ഷെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാവർക്കും പറ്റും. നമുക്ക് ആദ്യം ചോദ്യം നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഭാരത് രത്ന ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് തെറ്റ്? എല്ലാ പരീക്ഷ നിങ്ങൾ പോയിരുന്നുകൊണ്ട് ഇതെല്ലാം വായിച്ചിട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞ് ചെയ്തിട്ട് വരല്. കൃത്യമായി വായിച്ച് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കണം. ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ്സ് ആർ ടൈറ്റിൽസ് given under Article 18 of the Constitution. ആണോ? Article 18 of the Constitution കൊടുക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ല. So which of the statements are not correct? Correct അല്ലാത്തത്. Then Padma Awards which are instituted in 54 suspended. ഒരു തവണ മാത്രമാണ് സസ്പെൻഡ് ചെയ്തല്ല, നമ്മൾ പറഞ്ഞ എന്താണ് പല തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. നമ്പർ ഓഫ് ഭാരത് രത്ന അവാർഡ്സ് റെസ്ട്രിക്റ്റഡ് മാക്സിമം 5. 5 എണ്ണം ആണോ? അല്ല, 5 എണ്ണം അല്ല, 120 മുകളിൽ കൊടുക്കാറുണ്ട്. 5 എണ്ണം അല്ല, 120 അല്ല, 3 ടൈംസ് ആണ് എന്ത് ചെയ്തത്. അപ്പം 1 2 3 ഈ 1 2 3 എന്താണ് കറക്റ്റ് അല്ല. ഓക്കെ, കാരണം ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് അയച്ചു ഭാരത് രത്ന പത്മ അവാർഡ്സ് ടൈറ്റിൽസ് അണ്ടർ 18 അണ്ടർ ടൈറ്റിൽസ് ആണ്. നിങ്ങൾക്ക് ടൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ബാലാജി വേഴ്സസ് ആ കേസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 തെറ്റ്. അപ്പൊ ഇത് നമുക്ക് ഉത്തരം കിട്ടി. Then what is the position of right to property in India? നമ്മൾ വിളിച്ച ലീഗൽ റൈറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ. A legislation which confers on the executive or administrative authority unguided, uncontrolled discretionary power in matters of application of law. അതായത് അൺഗൈഡഡ് അൺകൺട്രോൾഡ് പവർ കൊടുക്കുമ്പോൾ ആ ഡിസ്ക്രിഷണറി പവർ കൊടുക്കുമ്പോൾ ആ ലോ വയലേറ്റ് ചെയ്യപ്പെടുന്നത് ആർട്ടിക്കിൾ 14 ആണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 44 വരൂ? 44 വരൂല. അതേപോലെ DPSP എഴുതണം. 32 വരൂല, 28 വരൂല. അത് വെച്ച് എലിമിനേറ്റ് ചെയ്ത് തന്നെ ഉത്തരം കണ്ടുപിടിക്കാന്നുള്ളേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ അവാർഡ്സ് കുറച്ച് ക്ലിയർലി കുറച്ച് പറഞ്ഞ സിവിൽ നേരത്തെ പറഞ്ഞ ഭാരതത്തിന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. 54 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റെക്കമെൻഡ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർലി കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ് സ്റ്റേറ്റ്? കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനന്റ്ലി ഓക്യുപ്പൈ. ഈ പെർമനന്റ്ലി ഓക്യുപ്പൈങ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് അല്ലേ? അതായത് ഒരു ടെറിട്ടറിയിൽ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ലോ അബൈഡിങ് ലോസും കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ട് ലോസും കാര്യങ്ങളും വെച്ച് ലോ അബൈഡിങ് ഉള്ള കാര്യങ്ങൾ. അതായത് അവർക്ക് എന്തുണ്ട്? പ്രിറോഗേറ്റീവ് ലോ മേക്കിംഗ് പവർ ഉണ്ട്. ഈ പ്രിറോഗേറ്റീവ് ലോ മേക്കിംഗ് പവർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? വിത്തൗട്ട് എനി കോർഷൻ ഹറാസ്മെന്റ് ഫ്രം ദി എക്സ്റ്റേണൽ കൺട്രോൾ. വെളിയിൽ നിന്ന് ആർക്കും അവരെ പോയി പറയാൻ പറ്റില്ല. പകരം അങ്ങനെ ചെയ്യുന്ന സംഭവമാണ് സ്റ്റേറ്റ്. അതാണ് എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ കൺട്രോൾ possessing organized government. Then next question. Which of the following categories are the fundamental right incorporated against untouchability as a form of discrimination? Untouchability ഇതിന്റെ ഒരു ഫോം ആണ് എന്ന് പറഞ്ഞ രീതിയിൽ കൃത്യമായി പറഞ്ഞ ഏതാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻകോർപ്പറേറ്റ് അൺടച്ചബിലിറ്റി ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. അപ്പൊ ആർട്ടിക്കിൾ 17 ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആർട്ടിക്കിൾ 17 ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി അണ്ടറിലാണ്. ഇതാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞത്. കണ്ടില്ലേ? ആർട്ടിക്കിൾ 14 to 18 we have then right to equality, right to freedom, right against exploitation, freedom of religion, education, constitutional liberties. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ക്ലിയർ പഠിക്കാം. Then which of the following are regarded as the main features of the rule of law? ഞാൻ പറഞ്ഞില്ലേ റൂൾ ഓഫ് ലോ ചോദിച്ചിട്ടുണ്ട്. 2018 ചോദിച്ച ചോദ്യമാണ്. Limitation of powers. Yes, powers are getting limited. Equality before the law. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. People's response. ഈ വാക്ക് വന്നിട്ട് ഇപ്പം അറിയണമെന്ന് ലോജിക്ക് ചിന്തിച്ചു നോക്കും. People's responsibility to the government. People ആണ് ഗവൺമെന്റ് റെസ്പോൺസിബിൾ അല്ല, ഗവൺമെന്റ് ആണ് പീപ്പിൾ റെസ്പോൺസിബിൾ. അത് കൃത്യം മനസ്സിലാവും. ലിബർട്ടി ആൻഡ് സിവിൽ റൈറ്റ്സ് we have 1 2 4 is answer. Supremacy of law, judicial independence, eternity, equality ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പിൾ ഓഫ് റൂൾ ഓഫ് ലോയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. വൺ ഓഫ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് ഇക്വാളിറ്റി ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഇക്വാളിറ്റിയുടെ ആബ്സെൻസ് എന്താണ്? പ്രിവിലേജസ് ആണ്. നമ്മൾ പഠിച്ചു ഏതാണ്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇക്വാലിറ്റി ബിഫോർ ദി ലോയിൽ പഠിച്ചതാണ്. എന്താണ്? ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജ് ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ. സോ പ്രിവിലേജസ് വിൽ ബി there. Then in context of India, which of the following is current relation rights and duties? റൈറ്റ്സും ഡ്യൂട്ടീസും ആയിട്ട് വരുന്നത് ഇത് നിങ്ങളിപ്പോൾ ഇത് ചോദ്യം വായിക്കുന്ന തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഡ്യൂട്ടീസ് നോട്ട് റൈറ്റ്സ് ഒന്നും വരില്ല. നമുക്ക് തന്നെ വായിക്കുന്ന തന്നെ ലോജിക്ക് ചിന്തിക്കുക. പഠിച്ചത് അതുപോലെ ചോദിക്കൂല പരീക്ഷയ്ക്ക്. നിങ്ങൾ ലോജിക് അനാലിസിസ് വെച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് തന്നെ ചെയ്യാം. റൈറ്റ്സ് ആർ കോറിലേറ്റഡ് ഡ്യൂട്ടീസ് നമുക്ക് കാണാൻ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഒരിക്കലും ചോദിച്ച പോലെ വരില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. സോ ഇത്രയാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർലി റിവൈസ് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക, ക്ലിയർലി നോട്ട് ഉണ്ടായി കാര്യങ്ങൾ ക്ലിയർലി പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അല്ലെ ടെലിഗ്രാം ചാനലുണ്ട്, എൻ്റെ പേര് RK ടോക്സ് എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലുണ്ട്. ആ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർലി ആ രീതി നമുക്ക് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.
സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിന്റെ പകരമായിട്ട് ഞാൻ പറയാം നോളേജ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ഓരോരോ തീംസ് പോലെ ബേസ് ചെയ്ത് ക്ലാസ്സസ് ഇനിയും മുമ്പോട്ട് വരും. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഏതെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തുന്നത് യു ക്യാൻ ഏബിൾ ടു ഷെയർ ദോസ് ഫീഡ്ബാക്സ് വിത്ത് മീ. സോ താങ്ക് യു ഫോർ യുവർ ടൈം and also we'll see you for the next time on the next class. Thank you. If you like those initiatives, subscribe to YouTube channel. Please subscribe. Then എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ anyway, thank you.